അപ്പൊ യേശു ക്രിസ്തുവും എതിർ ക്രിസ്തുവും. അപ്പോൾ രണ്ട് ലേഖനം അന്ത്യകാല ശാസ്ത്രപരമായിട്ട് എഴുതി. രണ്ട് ലേഖനത്തിൽ രണ്ട് വിഷയം, രണ്ട് പ്രത്യക്ഷത. രണ്ട് വ്യക്തികളുടെ പ്രത്യക്ഷത. ആ രണ്ട് വ്യക്തികൾ, ഒന്ന് യേശു ക്രിസ്തു, രണ്ട് എതിർ ക്രിസ്തു. ഒന്നാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. രണ്ടാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. തെളിവ് വാക്യം, അറിവുള്ള വാക്യമാണ്. രണ്ടാം ലേഖനം 2:9 വായിക്കുക. കൂടെ വായിക്കേ. വേറെ ആളാണോ വായിച്ചേ? അപ്പൊ അമ്മാമ്മ തന്നെ വായിക്കും. മൈക്കിലേക്ക് അമ്മാമ്മ വായിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. മതി മതി മതി, മൊത്തം വായിക്കണ്ടായി. പറഞ്ഞു കിട്ടിയാൽ മതി. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. എതിർ ക്രിസ്തുവിന് സമരഭോജനമായിട്ട് സ്വഭാവം അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് പല പേര് കൊടുത്തിട്ടുണ്ട്. അധർമ്മമൂർത്തി, നാശയോഗ്യൻ, തുമ്പകെട്ടയടയൻ, വരുവാനുള്ള പ്രഭു, എതിർ ക്രിസ്തു, ഇങ്ങനെയുള്ള പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്വഭാവം അനുസരിച്ച് ആ പേര് കൊടുക്കുന്നത്. ഏഴംകുളം സംഘടനയുടെ പാളം തെറ്റിയ തീവണ്ടിക്കകത്ത് ഒരു അമ്മയുടെ പേരുണ്ട്, മറുഭാഷ മറിയ. എപ്പോഴും മറുഭാഷ, അതിനവരിട്ട പേരാണ് മറുഭാഷ മറിയ. എനിക്കൊരു ശൗമേനക്കാനെ അറിയാം, പുള്ളിയെ വിളിക്കുന്ന വഴക്കാളി ശൗമേനെന്ന. എന്ത് സഭയിൽ വന്നാലും വഴക്ക. ഒരു പാപ്പച്ചനെ അറിയാം, കുരുക്ക് പാപ്പച്ചൻ. അയാൾ എപ്പോഴും യോഗത്തിന് വന്നാലും ആരെയും നമ്മൾ കുടിക്കേച്ച് പോകുള്ളൂ. വേറൊരു സഹോദരി അറിയാം, നുണച്ചിമേരി. എന്ത് വന്നാലും നുണ കത്തിക്കാതെ ആ ടൈമൊക്കെ ഇവിടെ കാണുമായിരിക്കും. അപ്പൊ സ്വഭാവം അനുസരിച്ചാണ് പേരും വിടുന്നത്. ഇവിടെ അധർമ്മമൂർത്തി, അങ്ങനെയല്ല. ഒന്നോട് വായിച്ചേ, അമ്മ വായിച്ച ആ വാക്യം. അധർമ്മമൂർത്തിയുടെ അധർമ്മമൂർത്തിക്കായി വഴും അന്തിക്രിസ്തുവിനായി മാറ്റി ഒരുക്കും നിജങ്ങൾ, ഭൂമിയിൽ വഴി ഒരുക്കും നിജങ്ങൾ. എൻ പ്രിയനേ എന്തിനീ താമസമോ, എന്നുള്ളതിൽ ആശ മുഖം കാണാൻ, എന്നുള്ളതിൽ ആശ മുഖം കാണാൻ. രാഷ്ട്രീയ മത്സരത്തിൽ ദൈവ രാജ്യത്തെ മറന്നിടുന്നു, ദൈവ രാജ്യത്തെ മറന്നിടുന്നു. എൻ പ്രിയനേ താമസമോ, എന്നുള്ളതിൽ ആശ മുഖം കാണാൻ, എന്നുള്ളതിൽ ആശ മുഖം കാണാൻ. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി, അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി. ഒരുക്കും ദിസങ്ങൾ ഭൂമി
പൂർത്തി അങ്ങനെയാണ്. അപ്പൊ ഒന്നുകൂടെ ആവർത്തിക്കാം. അന്ത്യകാല ശാസ്ത്രപരമായിട്ട് 2 ലേഖനം എഴുതി. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം. 2 ലേഖനത്തിൽ 2 വിഷയം, 2 വിഷയം 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ആ 2 വ്യക്തികൾ, 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണെന്ന് തെളിവ് വാക്യം ഇപ്പം വായിച്ചത്. അത് നമുക്ക് വിട്ടേക്കാം. നമ്മൾ 1-ാം ലേഖനത്തിലെ പൂർവാക്യമാണ് വായിച്ചത്. 1-ാം ലേഖനം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നിങ്ങൾക്കറിയാമല്ലോ, 1-ാം ലേഖനത്തിൽ എത്ര അധ്യായമുണ്ട്? നീലക്ഷാമത്തെ സഹോദരി ഉറക്കെ 5. എല്ലാം പറയാനൊരു മണി. അപ്പോൾ 1-ാം ലേഖനത്തിൽ 5 അധ്യായങ്ങളുണ്ട്. അതെ, 5 അധ്യായത്തിലും പൗലോസ് തെളിയിച്ചു യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുവാൻ. ഞാൻ വാക്യം പറയാം, നിങ്ങൾക്ക് അറിവുള്ള വാക്യമാണ്, ഓർപ്പിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് പറയാം, എല്ലാം അറിയാം, ഒന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പൊ 1-ാം ലേഖനത്തിൽ 5 അധ്യായം. 5 അധ്യായത്തിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. 1-ാം അധ്യായത്തിന്റെ 9, 10, 2-ന്റെ 19, 3-ന്റെ 13, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടും 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ക്രമത്താലെ വായിച്ചാല് 1-ന്റെ 9, 10. ഞങ്ങൾക്ക് നിങ്ങളുടെ എടുക്കാൻ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു വന്ന് ജീവനുള്ള സൗന്ദര്യത്തെ സേവിക്കുവാനും മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച പുത്രനും വരുമാനുള്ള കോപത്തിന് വിടുവിച്ചവനുമായ യേശു സ്വർഗത്തിന് വരെ നമ്മൾ കാത്തിരിക്കുന്നു. അടുത്ത വാക്യം. വൈകിട്ടുകൂടെ തന്നെ ഇരിക്കണം. ഈ സൗദാക്കാൻ മതി, നല്ല സൗദാ വായിച്ചാൽ. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക്. അപ്പൊ അവിടെ പറഞ്ഞോ, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുവാൻ യേശു ക്രിസ്തു വരുന്നെന്ന്. അങ്ങനെയല്ലയോ ദൈവദാസി? അങ്ങനല്ലേ? എന്ന് പറഞ്ഞാൽ വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുവാൻ യേശു പ്രത്യക്ഷപ്പെടാൻ പോകാം. അപ്പൊ ഒരു കാര്യം വേണം ഓർമ്മിക്കാം, സഭ മഹോദരത്തിൽ കൂടെ പോകത്തില്ല. പോകുന്നെന്ന് പറയുന്ന ബഹലകളുണ്ട്. അവര് പോട്ടെ, അവർക്ക് പോകണമെന്ന് പറഞ്ഞാൽ നമ്മളെന്തിനാ പറയുന്നത്? അവര് പോകണം. ഒരാൾ പറഞ്ഞ പോയത് പോടെ ഓരടി വാങ്ങി പറഞ്ഞ പോലെ അവരും അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലെ ഈ തരയിലെ വിശുദ്ധനും പറന്നിടുമേ. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലെ ഈ തരയിലെ വിശുദ്ധന്മാർ പറന്നിടുമേ. അവർ വസിച്ചിടും പുതുവാന നഗരങ്ങളിൽ. അവർ വസിച്ചിടും പുതുവാന നഗരങ്ങളിൽ. അതിമഹത്വത്തിൻ പ്രകോപനങ്ങൾ അനന്തങ്ങളാണ്. അതിമഹത്വത്തിൻ പ്രകോപനങ്ങൾ അനന്തങ്ങളാണ്. എന്റെ ജനമായുള്ളവരെ അറയിൽ പൂക്കാതിൽ വാതിൽ അടയ്ക്കാം. ക്രോധം കടന്നു പോവോളം എല്ലിടയിൽ. ക്രോധം കടന്നു പോവോളം എല്ലിടയിൽ. അപ്പൊ ശ്രദ്ധിക്കുക, വരുവാനുള്ള കോപത്തിൽ നിന്ന്
നമ്മെ വിടുവിക്കുവാൻ യേശു സ്വർഗത്തിൽ നിന്ന് വരുമെന്ന്. സാധാരണ പഠിപ്പിക്കുന്ന 7 വർഷമാണ് വീടാകാലം. അത് പപ്പാതിയാക്കിയിട്ടുണ്ട്. 3 അതിന് പ്രയോഗശൈലിയുണ്ട്. ഒരു കാലം, ഇരുകാലം, അരക്കാലം. കാലങ്ങൾ കാലാംശം അങ്ങനെയുള്ള പ്രയോഗം ആ ബൈബിളില് തന്നെയല്ല. ഇത് സഭയോട് ബന്ധപ്പെട്ട അല്ലല്ലോ സഹോദരോ. നിന്റെ ജനത്തിലും അങ്ങനെ ദാനിയേലിനോട് പറയുമ്പോ നിന്റെ ജനത്തിന് അങ്ങനെ അതി പുസ്തകത്തിൽ കിടക്കുന്നത്. അപ്പൊ യഹൂദരോട് ബന്ധപ്പെട്ട അതായത് നമ്മൾ കയറി ഏക്കൊന്നും വേണ്ട, കയറിക്കൊണ്ടാണ് ഈ അവിടെ കൊണ്ടുവന്നു. അതന്നെ വഴിക്ക് പോട്ടെ. പിന്നെ മഹോദരത്തിലൂടെ പോണമെന്ന് നിർബന്ധമുള്ളവർ ഇപ്പൊ പോകുന്നത് പോലെ പോയാൽ മതി. നേരെ അങ്ങോട്ടായി കയറുന്നു. പക്ഷെ ദൈവസഭ അതിനകത്തൂടെ പോവുകയല്ല. അതെ, വരുമാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ പിടിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെടുമെന്ന് 1-ാം അധ്യായത്തിന്റെ 9-10 തിരുവെഴുത്തിൽ. ഇനി 2-19 വായിച്ചേ. അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശ്രയ സന്തോഷമോ നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ. ആദ്യം വായിച്ചത് ശബ്ദമില്ലാണ്ട് പോയതായിരുന്നു. ഒന്നുകൂടെ വായിച്ചത്. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചിരിക്കണം. യേശു പ്രത്യക്ഷപ്പെടും. ഞങ്ങളുടെ ആശ്രയ സന്തോഷം. 2-ാം അധ്യായത്തിൽ യേശു പ്രത്യക്ഷപ്പെടുമെന്ന്. ഇനി 3-13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത അവിടെ പ്രത്യക്ഷപ്പെടുമെന്നാണ് തെളിയിച്ചിരിക്കുന്നത്. ഇനി 4-13 മുതൽ വായില്. മോനെ, ഇവിടെ വാക്യം കൊടുക്കണ്ട, ഒറ്റ എടുക്കാൻ പുസ്തകം എടുക്കുന്നില്ല. ഇത് നിർത്തിയാൽ എല്ലാവരും വേറെ പുസ്തകം എടുക്കും. ചുമ്മാ നോക്കിയിരിക്കുക, വെളിക്കെട്ട് കാണുന്നത് പോലെ. അത് നിർത്തിവെച്ച് പാട്ടിടുമ്പം അറിയാൻ മേലാത്ത പാട്ടാണ് ഒന്ന് കാണിച്ചു. അടിക്കുകയല്ല, എന്തായാലും കാണിച്ചു കൊടുക്കുക. ഇത് വാങ്ങിക്കും. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്രകൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിതത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവരോട് കൂടെ വരുത്തും. അടുത്ത വാക്യം. തൊണ്ട അടഞ്ഞിരിക്കുകയാണോ? ഒരു കാര്യം ചെയ്യാം. ഇന്ന് പകല് റെസ്റ്റ്, ഉച്ച കഴിച്ച് ഉപ്പോളം രാവിലെ എന്നിട്ട് വൈകിട്ട് ഇവിടെ വന്നിരുന്ന് വാക്യം വായിച്ചു തരണം. പിന്നെ അമ്മ വായിച്ചു തരുമോ? മൈക്ക് കൂടെ വായിച്ചാൽ മതി, ഞാൻ കേൾക്കട്ടെ. മൈക്ക് ചാർജില്ലായിരുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രകൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കേണ്ടതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിക്കുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത അവിടെയും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയില്ല. ഇനി സഹോദരന്മാരെന്ന് വായിച്ചാൽ എല്ലാം വെറുതെ ഇരിക്കുകയോ. 5-23 നിങ്ങൾ ആരെങ്കിലും വായിച്ചു പറയാം. 5-23 സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. പിന്നെ ആത്മാവും പ്രാണനും ദേഹവും ആശാക്ഷിത നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ആ പ്രത്യക്ഷതപ്പെടരുത്. അതാണ് നമ്മുടെ മെയിൻ വിഷയം. അല്ലെന്ന് അതിന്റെ മേളിൽ പ്രത്യക്ഷതയുണ്ട്. പ്രത്യക്ഷത അവിടെയും എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശ യേശുവിന്റെ വീണ്ടും വരവാണ്.
ഈ പങ്കപ്പാടും ദുരിതവും ദുഃഖവും അപമാനവും നിന്നെയൊക്കെ സാധിച്ചു നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം യേശു വീണ്ടും വരും. നമ്മുടെ സകല ദുരിതങ്ങൾ വന്ന് മാറും. ഈ സകല പ്രശ്നങ്ങളും മാറുന്നത് യേശു വരുമ്പോഴാണ്. ഞാൻ സകലം ദൈവദാസന്മാരും പ്രവാചകന്മാരും ഒക്കെ പറയാം, അമ്മാമ ഏഴിരുന്നാൽ മതി, മുഴുവൻ പ്രശ്നവും ചുമ്മാ ഭ്രാന്ത് പറയാതാണ്. ഇവരെല്ലാം തലയ്ക്ക് വട്ടാ. അമ്മാമ 21 ഇരുന്നാൽ മതി, അച്ഛൻ 21 ഇരുന്നാൽ മതി, സകല പ്രശ്നവും 21 ഇരുന്നിട്ടുണ്ടോ? ഒരു നേരം 3 ഇരുന്നിട്ടുണ്ടോ? എന്നോട് നോക്കാം. 7 ഇരുന്നിട്ടുണ്ടോ? വേണ്ട, എല്ലാ പ്രശ്നവും തീർന്നോ? തീർത്തില്ല. തീർന്ന പ്രശ്നമില്ല. ആരും അങ്ങനെ തീരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒറ്റ ഒരുത്തന്നെ പ്രശ്നം പൂർണ്ണമായിട്ട് മാറുകയല്ല. എന്നാൽ സകല പ്രശ്നങ്ങളും മാറുന്നത് ദൈവമക്കളോട് ബന്ധപ്പെട്ട് പഠിച്ചാൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയില്ല. അന്ന് സകല ദുരിതവും മാറും. സങ്കീർത്തനക്കാരൻ വേറെ നിലയിലാ പറഞ്ഞെങ്കിലും പ്രചോദനം ഇങ്ങനെ, ഇത് വേഗം തീരും, ഞങ്ങളിവിടെ പറന്നും പോകും. അന്നാണ് പൂർണ്ണമായിട്ട് സകല പ്രശ്നങ്ങൾക്കും. അതുവരെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളും ദുരിതവും പ്രാരാബ്ദവും ബന്ധപ്പാടും കഷ്ടതയും ഞെരുക്കവും പോരാട്ടവും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എന്തിനാണ് ചോദിച്ചാൽ ഇതിനെയെല്ലാം തരണം ചെയ്യാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി. സ്വയശക്തി കൊണ്ട് ഒക്കത്തില്ല, സ്വയശക്തി കൊണ്ട് ഇതിനെ ജയിക്കാൻ ഒക്കത്തില്ല, പൊളിറ്റിക്കൽ ബലം കൊണ്ട് ജയിക്കാൻ ഒക്കത്തില്ല, സാമുദായിക ബലം കൊണ്ട് ജയിക്കാൻ ഒക്കത്തില്ല, കാലബലം കൊണ്ട് ജയിക്കാൻ ഒക്കത്തില്ല. ജനമൊടുക്കുന്നത് ആത്മബലത്താണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നീ ആത്മാവിൽ ബലപ്പെടണം, നീ ആത്മാവിൽ ശക്തിപ്പെടണം. അത് കാലബലം കൊണ്ട് ഇതിനെ ജയിക്കാൻ ഒക്കത്തില്ല, കാലബലം കൊണ്ട് ഇതിനെ അടക്കാൻ ഒക്കത്തില്ല. പിന്നെയോ ആത്മാവിന്റെ ഇരട്ടി ശക്തി കൊണ്ടാണ്, ആത്മബലത്താണ്. അതുകൊണ്ടാണ് പ്രാർത്ഥന ഉപവാസം. അവൻ സ്തോത്രം അതിനെ ജയിക്കുവാൻ, തരണം ചെയ്യുവാൻ, അതിന് വിജയം കണ്ടെത്തുവാൻ. അല്ലാതെ ആരെങ്കിലും വന്ന് പറയാ 7 ഇരുന്നാൽ എല്ലാം മാറും, 3 ഇരുന്നാൽ മാറും, 21 ഇരുന്നാൽ മതി, ഒരു നേരം കഴിച്ചോണ്ട് ഒക്കത്തേക്ക് 40 ഇരുന്നു വിടുതല. ചുമ്മാ പറയാനതാ, വെറുതെ അതൊന്നും കളയരുത്. ഉപവസിക്കരുതെന്നല്ല പറഞ്ഞത്. ശരീരത്തിന്റെ ആരോഗ്യവും സ്ഥിതിയും നടത്തിപ്പും അനുസരിച്ച് 7 ഇരുന്നോണം, 21 ഇരുന്നോണം, ഒക്കത്തേക്ക് 40 ഇരുന്നോ, അതൊക്കെ ഞാൻ അനുകൂലിക്കുന്ന ആളാ. പക്ഷെ ഇതിരുന്നത് കൊണ്ടെല്ലാം മാറത്തില്ല. ഈ ഇരിക്കുന്ന എന്തിനാണ്? ഇതുപോലെ വൈകല്യങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യുക, അതിനെ പിടിച്ചെടുക്കുക, അതിനെ ജയമെടുക്കാനാണ് നാം ഇരിക്കുന്നത്. ദൈവത്തിന് മഹത്വമാണ്. അപ്പോൾ ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചു. 1-ാം അധ്യായത്തിന്റെ 9, 10 ഒന്നുകൂടെ വായിച്ചു. ശബ്ദമുള്ളവരൊക്കെ വായിച്ചു, ഉറക്കെ വായിച്ചു. ചിലർക്ക് എടുത്തു വെച്ചു വായിക്കണമെന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, മൈക്കിൽ കൂടെ വായിക്കാൻ അയാൾ പറഞ്ഞത്. മൈക്കില്ലാതെ വായിക്കാൻ അയാൾക്കാണ് വിവരം പോലെ ഉള്ളവരല്ല. വല്ലതും വിളിച്ച് പറഞ്ഞെങ്കിൽ പിന്നെ അത് ഉള്ളവരുടെ നാടകമല്ല. എന്നാൽ പിന്നെ അവർ തന്നെ വായിക്കട്ടെ നോർത്തിരിക്കുന്ന ചില സഹോദരന്മാരുണ്ട്. ഞാൻ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയില്ല. അപ്പൊ എടുത്ത നിങ്ങൾ വന്ന് വായിച്ചു, ആർക്ക് വേണമെങ്കിലും വായിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും. അവരുടെ പൗലോസ് ചോദിക്കുക, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെ പ്രവേശനം സാധിച്ചത് എന്ന് പറഞ്ഞാൽ പൗലോസ് തെസ്സലോനിക്കയോട് ചോദിക്കുക, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ പൗലോസിന്റെ മിഷനറി യാത്ര പഠിക്കുമ്പോൾ ഈ ആസിഡിന് വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ചിലരൊക്കെ അങ്ങനെ വിലക്കുണ്ടാകും, പോകണ്ട, അവിടെ പ്രസംഗിക്കണ്ട, അത് പരിശുദ്ധാത്മാവാണ്. ഇപ്പൊ പിന്നെ വിലക്കുന്ന പരിശുദ്ധാത്മാവില്ല, കമ്പനിക്കാരാ. ആരെ വിളിക്കണം, ആര് പ്രസംഗിക്കണം, എന്തോ പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണം, അവന്മാരാണ് തീരുമാനിക്കുന്നത്. എന്നോട് പിന്നെ ഇങ്ങനെയുള്ള കേസൊന്നും ആരും പറഞ്ഞ് വരാറില്ല. ഇന്നത് പ്രസംഗിക്കണം, ഇന്നത് പ്രസംഗിക്കരുത്, അത് ഒന്ന് കൊളുത്തിയേക്കണം. എൻ്റെ അടുത്ത് വരരുത്. അത് പ്രാർത്ഥിച്ച് നിയമം അനുസരിച്ചായി പറയാൻ ഇഷ്ടമുണ്ടെ അംഗീകരിക്കുക, ഇല്ല പിന്നെ വിളിക്കുകയും ചെയ്യരുത്. എന്റെ രീതിയാണ്. ഇഷ്ടമുണ്ടെ വിളിക്കുക, അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് പോലൊന്നും പറയാൻ അങ്ങനൊരു സ്വപ്നം പോലും കാണാൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്ക് നിയോഗം തരും. ആസിഡിൽ വചനം പ്രസംഗിക്കണമെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. പരിശുദ്ധാത്മാവായിരിക്കണം നിയോഗം തരുന്നത്, പരിശുദ്ധാത്മാവായിരിക്കണം പറഞ്ഞിരിക്കുന്നത്, കമ്മിറ്റിക്കാരല്ല.
സെക്രട്ടറി അല്ല, ട്രഷററും അല്ല, കാശുള്ള അച്ചായനും അങ്ങനല്ല. ഇപ്പൊ ചില സമയത്തൊക്കെ കാശുള്ള അച്ചായന്മാര് പറയാൻ പോലെ ആളുകൾ അച്ചായൻ പിള്ളേരുടെ പക്ഷെ കാശ് വീശിയേറ്റിരിക്കില്ല. പിന്നെ അച്ചായൻ പറഞ്ഞ പോലെ എങ്ങനെ ഒരു അധികാരിയെ പോലെ ഇത് പരിശുദ്ധാത്മാവാണ് വിലക്കിയത്. ആസിഡിയും അതിനെ പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവ് വിലക്കി. അപ്പോൾ അവരെ അവിടെ പ്രസംഗിച്ചില്ല, അവിടെ പോയി. അങ്ങനെ യാത്ര ചെയ്ത് ഫിലിപ്പിയിൽ വന്നു. അപ്പൊ ഇതിനിടയ്ക്ക് മക്കതോനിക്കാരും ഒരു പുരുഷൻ നിലവിളിക്കുന്ന ദർശനം പൗലൂസ് കണ്ടു. അപ്പോൾ മക്കതോനിയുടെ ഒരു ഭാഗത്ത് ചെയ്യുന്നു. പതിവ് പോലെ പൗലോസ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങി പള്ളി നോക്കി. സാഹചര്യങ്ങളൊന്നും കിട്ടിയില്ല. പുഴവക്കത്ത് നിന്ന് പ്രസംഗിച്ചു. പ്രസംഗിക്കുന്നവർക്ക് എവിടെ നിന്ന് പ്രസംഗിക്കാം? ഉൾപ്പിട്ട് തന്നെ വേണമെന്ന് ചില പ്രസംഗിക്കാൻ വരുമ്പോൾ അതെല്ലാം നിർബന്ധ ബുദ്ധി. ഞാൻ പിന്നെ ചിലപ്പോൾ ചോദിക്കും മൈക്കുണ്ടോ എന്ന് ചോദിക്കും. കാരണം പണ്ടത്തെ കാലമല്ല, ആൾക്കാർ ഒത്തിരി വലിയ സഭകളുടെ ശബ്ദമുഖരിതം അന്തരീക്ഷം മുഴുവൻ തന്നെയല്ല, ഒത്തിരി ശബ്ദമെടുക്കാനും ഒക്കെ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ചോദിക്കും മൈക്കുണ്ടോ? ഇല്ലേലും പ്രസംഗിക്കും, ഇല്ലേലും പറയാം. ചിലരെ നമ്മൾ വിളിച്ചാൽ എന്തെല്ലാം നിർബന്ധ ബുദ്ധി, ഭയങ്കര നിർബന്ധ ബുദ്ധിക്കാരുണ്ട്. മൈക്കൊണ്ടുകൊണ്ട് ഏത് സിസ്റ്റമാണ്, എത്ര വാട്സിന്റെ ഇവര് കിടന്ന് അലറണം. അതിനാ ഉൾവാഴുപോന്ന് കിടന്ന് ആളെന്തും വേണ്ട കൂടും, ആളെന്തും വേണ്ട കൂടും. ഞാൻ പറയാം, ആളുണ്ടെങ്കിലും ആളില്ലേലും, മൈക്കുണ്ടെങ്കിലും മൈക്കില്ലേലും, ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും നിന്നെ ഏൽപ്പിച്ച കാര്യം പറയാം. ഞാൻ 2 പെണ്ണുങ്ങളെ വെച്ച് 2.5 മണിക്കൂർ പ്രസംഗിച്ചു. പേരിന് ചായമാണ്. അയാള് മൈക്ക് തന്നെ ഉള്ളു. പെണ്ണുങ്ങൾ കണ്ടെന്നല്ലേ ഏറ്റവും നാങ്ങുന്നത് 2.5 മണിക്കൂർ. ആളൊന്നും അധികം വേണ്ട. സ്തോത്രം. 2 മതി. ഇന്നലെ വേണമെന്നില്ല. ഇന്ന സഭയിലെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇന്ന സ്റ്റേജിലെ ഞാൻ അവരെ ആരും വേലയ്ക്ക് വിളിച്ചോളുവാൻ. ചില ഭയങ്കര നിർബന്ധ ബുദ്ധിയാ. ഇന്ന ഹോട്ടൽ വേണം, സാഹചര്യം ഉണ്ടെ താമസിച്ചോട്ടെ, നമുക്ക് എതിരില്ല, ഒരെതിരില്ല. വിളിക്കുന്നവരുടെ സാഹചര്യത്തിൽ അവരെ ഒരുക്കുന്നത് ഹോട്ടൽ തന്നെ അങ്ങനെ, വീടാണ് അങ്ങനെ, വൈകോമാണ്. നമ്മൾ ചെന്ന് അവിടെ മെനക്കേട് ഉണ്ടാക്കരുതെന്നായി പറഞ്ഞത്. വിളിക്കുന്നിടത്ത് കേസുകൊണ്ട് കിടന്നോ? ഇല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് അവർക്ക് നമ്മൾ മെനക്കേടാകരുത്. ഇന്ന ഭക്ഷണം, ഞാൻ ഇന്ന ഫുഡ്, രോഗികളായ ചിലരുണ്ട്, അവർക്ക് എല്ലാ ഭക്ഷണവും ഒക്കെ നമുക്കറിയാമല്ലോ, ഇല്ലേ? ഞാൻ മട്ടനെ യൂസ് ചെയ്യുമോ? പിന്നെ കുട്ടൻ കുറിച്ച് ചുട്ടു തിന്നവനാണ് കുട്ടൻ. ആടിനെ തപ്പാൻ ഓടുക, ഒരു തെങ്കാശി ചെന്നൊരാട് പൗലോസ് പറഞ്ഞൊരു ഭാഗമുണ്ട്, താഴ്ചയിൽ ഇരിക്കാനും സമൃദ്ധിയിൽ ഇരിക്കാനും എനിക്ക് അങ്ങനെ എഴുതിയേക്കണം. 4:10 മുതലല്ലേ വായിച്ച്? ഫിലിപ്പിയാലെ 4:10 മുതല് അതല്ലയോ? അങ്ങനെ വായിക്കേ. വിശന്നിരിക്കാനും തൃപ്തനായിട്ടിരിക്കാനും അവിടെ ചേർത്ത് വായിക്കണമേ. അമ്മയെ 10 മുതൽ വായിക്കണമേ. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നല്ലോ, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാനിത് പറയുന്നത്. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടാണ്. അടുത്തത് താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും പിന്നെ തൃപ്തനായിട്ടിരിക്കാനും. ആ പോയിന്റ് വരാനാണ് മതി മതി നമുക്ക് അത് മതി. മൊത്തം ബാക്കി വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി മൊത്തം. അപ്പൊ തൃപ്തനായിട്ടിരിക്കാനും വിശന്നിരിക്കാനും, ഇത് 2 പറയുക.
വിശേഷിച്ച് കർത്താവിന്റെ വേലക്കാർ ഇതെല്ലാം ശീലിക്കണം. എന്നിട്ട് ഒടുവിൽ പൗലോസ് പറയാ, എല്ലാം ഞാൻ ശീലിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ തന്നെ എല്ലാം ശീലിച്ചു, എല്ലാം ശീലിക്കണം. ചിലർക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞ് സമയത്ത് ഫുഡ് കിട്ടിയില്ലെന്ന് വരും. പിന്നെ അവിടെ കിടന്ന് മേൽക്കാറുണ്ടാക്കരുത്. ഞാൻ ശുശ്രൂഷ 1 മണിക്ക് കഴിക്കുന്ന 1 മണിക്ക് സമയം എന്നാന്ന് നീ പോടാ, എന്നോടാരും നീന്താണ്ട് കഴിയില്ല. ഞാൻ 1 മണിയാകും നീന്തിന് ഇങ്ങോട്ട് വന്ന് വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കഴിച്ചു. എന്തിനാണ് 1 മണിക്ക് ഇങ്ങോട്ട് വന്ന 11:30 മുതൽ കഴിക്കാൻ? നീ പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ നടക്കുന്ന ശുശ്രൂഷ ആത്മീയ ശുശ്രൂഷയാണ്. ചിലപ്പോൾ 10 മിനിറ്റ് മുമ്പോട്ട് പോയെന്ന് വരും. ഒരു അഭിഷിക്തൻ വന്ന് ആത്മശക്തിയിൽ ശുശ്രൂഷിക്കുമ്പോൾ ചിലപ്പോൾ അല്പം മുമ്പോട്ട് പോകും. മെനക്കോടൊപ്പിക്കരുത്. ചിലപ്പോൾ സഹായം അല്പം നേരത്തെ നിർത്തിയാലും ആ വഴി 1 മണിയായിട്ട് നിർത്താം. വളരെ ഇപ്പത്തെ ആശുപ താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ശീലിക്കണം. പുത്തനായിട്ടിരിക്കാനും വിശന്നിരിക്കാനും. ചില വീട്ടിൽ യോഗം വെക്കുമ്പോൾ അവരുടെ സാഹചര്യം അനുസരിച്ച് ചിലപ്പോ ഒരു ഗ്ലാസ് കട്ടനായിരിക്കും. അത് കുടിച്ച കണ്ണു പറയരുത്, കുടിക്കാതെ പോകരുത്. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ വരികയല്ല, വന്നാൽ അവർ വെള്ളം കറുത്ത കഴിക്കുന്നത് അന്നൊരു പ്രത്യേക ഉപവാസമാണ്. നിന്നെ എല്ലാം ദൈവം പിടിക്കും. നിന്റെ എല്ലാം നിനക്കൊക്കെ ആൻസർ ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അവിടെ നിന്ന് കഴിക്കുകയല്ല. അങ്ങനെയുള്ളവരുടെ വീട്ടിൽ നിന്ന് നീ ഇരിക്കേണ്ടത് ഇവിടെ അല്ല. നീ ഇരിക്കേണ്ട ഭാഗം ഇവിടെ അല്ല. കാശിലാണ് കിട്ടുന്നതാണ്. നീ ഇരിക്കേണ്ട ഭാഗം ഇരിക്കാതെ കാണില്ല. ദൈവത്തിന് മാർഗം. ചില വീട്ടിൽ യോഗം വെച്ചാൽ പോകുന്നില്ല. പോയാൽ തന്നെ ആശീർവാദം പറഞ്ഞതിന് മുന്നേ എവരും നമ്മളെ കൂടെ മുങ്ങും ഭാഷയാണ്. അത് ഞായറാഴ്ച ഇവിടെ വന്ന് ഇങ്ങനെ ഈ ആനയുടെ കവിൽ കാട്ടുമ്പോൾ എന്തിനാണ് അങ്ങനെ കാട്ടുന്നത്? ദൈവത്തിന് മഹത്വം. എന്നെ നിന്നെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആരാനും ഒരു ദൈവമുണ്ട്. ആ ഇരിക്കുന്നത് എഴുന്നേറ്റുള്ള ദൈവം അറിയില്ല. നിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. അത് അവരുമായിട്ടാണ് അവർക്ക് കാര്യമുള്ളത്. ദൈവത്തിന് മഹത്വം. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഗ്രഹിക്കുന്നു കർത്തന്റെ ഹൃദയ നിരൂപണം. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ഈ പരിജ്ഞാനം. ഭക്ഷണം കഴിക്കുകയല്ല, ചിലർക്ക് കൈ കൊടുക്കത്തില്ല, ചിലരോട് മിണ്ടത്തില്ല.
ഇവര് ഞായറാഴ്ച ഇവിടെ കിടന്നാണ് 6 രൂപ കൊടുക്കുക. ജീസസ് മൂത്ത കീട്ട് പോലെ നീ ചീട്ട് കൊണ്ടും വേണ്ട. എന്നെ നിന്നെ നല്ലതുപോലെ അറിയുന്നത് അതുമായിട്ട് കാര്യം. നിങ്ങളുടെ പകലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് ബോധിക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട സഖി പാസ്പോർട്ട് പറയണം, അയാളെ പറഞ്ഞു വിട്ടേക്കണം. നിങ്ങൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. കുഞ്ഞാട് പോകുന്നിടത്തിന്റെ അമ്മയെ അനുഭവിക്കുന്നത് പറഞ്ഞ പോലെ അതുങ്ങൾ കൂടെ പോയി വിഷമൊക്കെ ഉണ്ടെന്ന് എനിക്കെടുത്തു എവിടെ എന്നിട്ട് കൊണ്ടുപോയ വിഷങ്ങൾ ഇതൊന്നും ഉറപ്പിച്ച് പറയാമോ? ആ ദൈവത്തിന് നമ്മളെ നന്നായിട്ട് അറിയുന്നത് ദൈവമുണ്ടെന്ന്. പിണങ്ങാൻ വരുന്നതില്ല. ചില വലിയ വീരസ് പറയാൻ ഞാൻ നോർത്ത് ഇന്ത്യയിൽ എല്ലാവരുടെ കാര്യമല്ല, ഞാൻ അങ്ങനെ ആരും ഇങ്ങനായിരുന്നു അപ്പിടി ഇപ്പിടി അവിടെ ഇടപെടുന്നത് പോലെ ഞാൻ ഈ കേരളത്തിൽ വന്നിട്ട് ഇടപെടാത്ത. ഇപ്പൊ ഒരൊറ്റ വാക്കേ പറയുന്നുള്ളൂ, തർക്കമോ വാങ്ങോ വന്നാൽ വിശദീകരിക്കാം. ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. തർക്കമാണ് എനിക്കെല്ലാവരും ഒരുപോലെ തർക്കമില്ലാന്ന് വിശദീകരണം തരാം. നമ്മളെ നല്ലതുപോലെ അറിയുന്നത് അല്ല. നമ്മുടെ വിഷയത്തിൽ നിങ്ങൾ പറയും 17 ദിവസം നല്ല അന്തരീക്ഷത്തിൽ വന്നത് തല്ലി തെറ്റിയേക്കാം പോയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊരു ക്ഷീണമാണ്. നിങ്ങൾക്ക് എനിക്കല്ല, നിങ്ങൾക്ക് അപ്പൊ ശ്രദ്ധിക്കുക. ആസിഡിൽ വചനം പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവ് വിലക്കി. മകരോന് വിളി കിട്ടിയപ്പോൾ ഫിലിപ്പിയുടെ ഒരു സ്ഥലത്ത് ചെന്നു. പ്രസംഗിക്കാൻ കിടന്നു നോക്കിയപ്പോൾ എന്നും കിട്ടിയില്ല. പുഴവക്കത്ത് നിന്ന് ഇതാ ശുശ്രൂഷ. ചിലത് ധരിക്കുന്നത് ഈ പുൽപ്പിത്തിൽ കൺവെൻഷനിൽ നിന്ന് തിളങ്ങുന്നത് ആ ശുശ്രൂഷ അല്ലല്ല. ആരും അറിയാതെ ചില വീടുകളിൽ ചെന്ന് നെരിനേരം കൊടുത്ത് സുവിശേഷം അറിയിക്കുന്ന സഹോദരിമാരും സഹോദരന്മാരുമുണ്ട്. സ്റ്റേജിൽ നിൽക്കുന്നവരെക്കാളും പ്രതിഫലം നിങ്ങളാണ്. പക്ഷെ ഇവിടെ നിങ്ങളെ അറിയില്ല, ഇവിടെ നിങ്ങളുടെ പേര് പറയുന്നില്ല, നിങ്ങളെ ആരും അഭിനന്ദിക്കുന്നില്ല. പക്ഷെ അഭിനന്ദിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇവരുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ശീലം പാട്ട് പാടും. വിരോധമില്ലല്ലോ. അപ്പൊ അവിടെ ചെല്ലുമ്പോ എല്ലാരും ചോദിക്കും, അതിൽ പാട്ടാണ്. രാജനോടൊപ്പമായി പന്തിരിപ്പതു സത്യസഭ രാജനോടൊപ്പമായി പന്തിരിപ്പതു സത്യസഭ പൊന്നേശുതപ്പൂര ചിന്തിയ രക്തത്തിൽ പലമ വിശുദ്ധ കൂടരേ. പൊന്നേശുതപ്പൂര ചിന്തിയ രക്തത്തിൽ പലമ വിശുദ്ധ കൂടരേ. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. നോക്കി നോക്കി നിങ്ങൾ അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. ഇവിടെ നിങ്ങളെ ആരും അറിയത്തില്ല. ചിലപ്പം ഫേസ്ബുക്കിലും യൂട്യൂബിലും നിങ്ങളുടെ ഫോട്ടോയും പരസ്യമൊന്നും വന്നത് വരികയില്ല. ഇവിടെ ആരും നിങ്ങളെ അഭിനന്ദിക്കുന്നില്ല. പക്ഷെ അഭിനന്ദിക്കുന്ന ഒരു സുദിനമുണ്ട്. അപ്പോ പുഴവക്കത്തിൽ നിന്ന് പ്രസംഗിച്ചപ്പം
ലുദിയായുടെ ഹൃദയം കർത്താവ് തുറന്നു. ലുദിയായുടെ കർത്താവ് തുറക്കണം. ഈ ലുദിയായുടെ ഹൃദയം കർത്താവ് തുറക്കാൻ കാരണം എന്നാ? ലുദിയാവിനെ പറഞ്ഞു ഗോത്രം പിന്നെ പറയാം, ഇതിന് ആൻസർ പറഞ്ഞു പറഞ്ഞേ. ആ ലുദിയ ശ്രദ്ധിച്ചു. ദൈവദാസന്മാർ ദൈവവചനം പറയുന്നത് ലുദിയ സഹോദരിമാരെത്തിട്ടുണ്ട്, പക്ഷെ ശ്രദ്ധിച്ചത് ഒരു സഹോദരിയാണ്. ഭയങ്കരമാണ്. നേരത്തെ അതിനെ സീറ്റ് കിട്ടുകയില്ല, പാർക്കിംഗ് ഏരിയയായി ഇല്ല, ഭയങ്കര ഗ്രോത്താണ്. എത്ര പേര് ശ്രദ്ധിക്കുന്നു? ധാരാളം സ്ത്രീകളൊക്കെ പക്ഷെ ശ്രദ്ധിക്കുന്നു ലുദിയ ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചപ്പോ കർത്താവ് അവിടെ ഹൃദയം തുറന്നു. ഈ കർത്താവിന്റെ ഹൃദയം തുറന്നുള്ള ഗുണം ഞാൻ അറിയാമോ? അവൾ എന്നാലും വീട് തുറന്നു. അവള് വീട് തുറന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ വിശ്വസ്തയിൽ നിന്നുകൊണ്ട് ബോധ്യമുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ചുറ്റുചേട്ടകളെ ചെയ്യാൻ. അല്ല, ഞങ്ങളുടെ വീട് കൂട്ടിയിട്ടിരിക്കുക, മാസ്റ്റർ വേറെ വീട് നോക്ക്, അതിനടുത്ത് കൊടുക്കും, ഔട്ടർ ഹൗസ് വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിച്ചു. അച്ചായൻ പറഞ്ഞ കാര്യമല്ല പറയുന്ന അച്ചായന്മാര് പുനലൂർ കൊണ്ട്, കുമ്പനാട് സൈഡുണ്ട്, റാന്നിയിൽ പോയി, കൊട്ടാരക്കര, അടൂര്, മുണ്ടമാലി, തൃശ്ശൂര്. മനസ്സിലായിട്ടാണ് സർവ്വതും പറഞ്ഞില്ല. ഒരു വീട്ടിലെ ചിലപ്പോൾ നമ്മുടെ ഒരു ദൈവദാസൻ താമസിക്കാം, ഔട്ട് ഹൗസിൽ ചെറിയ 2 റൂം, നിന്ന് തിരിയാൻ പാടില്ല. ചേർന്ന് ഭയങ്കര ബ്രഹ്മാണ്ടം വീടാണ്, ഭയങ്കര സർവ്വഗുണം പറയില്ല, ഭയങ്കര വീട്. ഞാൻ അകത്ത് കയറി, അകത്ത് ആദ്യത്തെ മുറി കയറി. അങ്ങോട്ടൊന്നും എനിക്ക് തോന്നുന്നത് എന്റെ മൂന്ന് ഒരു 5-6 ബെഡ്റൂമെങ്കിലും കാണും. വലിയ ഹാളും കിച്ചണും ഏരിയയായി. ഈ പാസ്റ്ററെ ഫ്രീ ആയിട്ട് താമസിപ്പിച്ചിരിക്കുക, പാസ്റ്റർ വലിയ കാര്യമായിട്ടിരിക്കുക. ഞാൻ എന്റെ അവര് ബുദ്ധിയുള്ളവരാണ്, അമേരിക്കയില അവര് ബുദ്ധിയുള്ളവരാണ്. കാരണം ഇയാള് പട്ടി കിടക്കുമ്പോൾ അവിടെ കിടക്കുക, തൂത്തുമാരി തുടച്ച് മിറ്റവും പരിസരവും വൃത്തിയാക്കി ഒരാളും ഉണ്ടല്ലോ. അല്ലാതെ വെറുതെ അവിടെ നിർത്തിയാൽ ഒരു ഫാമിലിയെ താമസിച്ച അവർക്ക് അത്ര കൊടുക്കണം. ഇതിന്റെ തൂത്തുമായിരുന്നതിന് വേറെ കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? പിന്നെ കുടം കളിച്ചിരിക്കുന്നു. ഞാൻ തമാശൊന്നും പറയല്ല. ആ ദൈവദാസനും ദൈവദാസിയും 2 പിള്ളേരും. അന്നാ എല്ലാ മുറിയൊന്നും തുറക്കണ്ട, വേണമെന്ന് പറയാം മാസ്റ്റർ നിങ്ങളുടെ ഫാമിലി അല്ലേ, കാരണം അപ്പുറത്തെ ആ ഒരു മുറി നിങ്ങൾ വായിട്ട് കിടന്നു. ന്യായമല്ല. 5-6 മുറിയുണ്ട്, എല്ലാം തുറക്കണ്ട. അവരുടെ സാധനങ്ങളൊക്കെ കാണുന്ന വിലപിടിപ്പുള്ള ആയിക്കോട്ടെ. ഈ ഹാള് നിങ്ങൾ ഉപയോഗിച്ച് ആരും പെട്ടുപോകുമോ? പക്ഷെ നല്ല രീതിയിൽ ഇടപെടുന്ന ദൈവമക്കളുണ്ട്, അവരുണ്ട്, നല്ല ആൾക്കാരാണ്, നല്ല ആൾക്കാർ. വീട് മുഴുവൻ കൊടുത്ത ബന്ധുക്കോസുകാരിയായിരിക്കാം, നല്ല ആൾക്കാർക്കും അവരെ അഭിനന്ദിക്കും. ഇനി മറുവശമുണ്ട്, ചിലരെ താമസിപ്പിച്ചാൽ ഇറങ്ങി പോകത്തില്ല. അങ്ങോട്ട് രണ്ടുകൊണ്ട് വിദ്വാന്മാരുകൊണ്ട് ഒത്തിരി ഓണം എന്ന് പറഞ്ഞാൽ അന്നാ ജോലിക്കുട്ടി എന്ന് പറഞ്ഞാൽ എവിടെ പറഞ്ഞാൽ 1000 എവിടെ അല്ല എന്റെ വീട് സാറിന്റെ വീടാണ്. ഞാൻ കഴിഞ്ഞ് 7 വർഷമായി ഒന്നെങ്കിൽ എനിക്ക് 10 സെന്റ് സാധനം തരണം, അല്ലെങ്കിൽ വീടിന്റെ മാതിരി മറുവശം വേറെ പ്രദേശം ഭാഗ്യം കൂടെ താമസിപ്പിച്ചു. മറുവശം പറയുന്നുണ്ട്. ഓണം വന്നപ്പോൾ വീട്ടിൽ കയറുന്നില്ല. അയാൾ വന്നു ചോദിച്ചു, ഞങ്ങൾ പോകുമ്പോ അച്ഛൻ ഇറങ്ങുന്നില്ല. അച്ഛൻ ഇറങ്ങുന്നില്ല, ഞങ്ങൾ പോവാ. പുള്ളി വെട്ടിയായിട്ട് അയാൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഇവിടെ ഞങ്ങൾ പോവാണ്. അപ്പൊ പുള്ളി പറഞ്ഞു പോക്കോ,
പിന്നെ എല്ലാം കൂട്ടണം. ഞാൻ നിർമ്മിതകത പറഞ്ഞതല്ല. അതിന് അവസാനം തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്ന എന്നെ വിളിച്ചു. നിങ്ങളെ കണ്ടപ്പോ ഞാൻ അറിയാതാണെന്നാണ് വിചാരിച്ചത്. കറക്റ്റ് അറിയാതാണ്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചു. മാസ്റ്റർ ഇവിടെ. ഞാൻ പറഞ്ഞു ഞാനൊരു മീറ്റിംഗിൽ പോവാം. ഞാൻ അച്ഛാരി ഇവിടെ. ഞാൻ എന്ത് വാങ്ങുന്നു? ഞാൻ ഇന്ന് വാങ്ങുന്നു. എവിടെ വീട്ടിലാണോ? ഇല്ല, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു. ഞാൻ എവിടെ പോകുന്നു? എന്നും പോകുന്നില്ല. പിന്നെ അവിടെ കിട്ടിയിരിക്കില്ല. എനിക്ക് വീട്ടിൽ കയറാൻ ഞാൻ ലോകം നടത്തുന്ന പറഞ്ഞ അഞ്ചര താമസിക്കും. വിഷയമൊന്നും പറഞ്ഞില്ല. നമ്മുടെ പറയാറുണ്ട്. പിന്നെ ചെന്നു ഒരു മധ്യസ്ഥനായിട്ട് ഇടപെട്ടു. പാസ്പോർട്ടും പറഞ്ഞു, അച്ഛനും പറഞ്ഞു, സമാധാന അന്തരീക്ഷത്തിലാക്കി. പിന്നെ അങ്ങനെയുള്ളവരും ഉണ്ട്, നല്ല മനുഷ്യരും ഉണ്ട്. ദൈവത്തിന് മാറുന്നു. എല്ലാവരും ഒന്നും മോശമല്ല, എല്ലാവരും മോശമല്ല. എഴുതാ പറഞ്ഞ് ഞാൻ ഇവിടെ തന്നെ ഉള്ളത് അല്ലല്ല, വേറെ ഒത്തിരി പേരുണ്ട്. നീ ഇവിടെ ഉള്ള കുറെ പേരെ കണ്ടോട് ചാടാതെ നല്ല ആൾക്കാർ അത് രണ്ടു വർഷമാണ്. ഹൃദയം കർത്താവ് തുറന്നപ്പോൾ ലുദിയ പറഞ്ഞു, ഞാൻ വിശ്വസ്തയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വീട് തുറക്കണം. ഞാന് ക്ലിയറായിട്ടൊന്നും പറയുന്നില്ല, എന്നാൽ ബുദ്ധിയുള്ളവരൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. കൊട്ടാരക്കര, റാന്നി, കോന്നി, വിശേഷിച്ച് പുനലൂര്, ഈ ഏരിയ, ഇളമ്പല്, പുനലൂര്, ഉറുകുന്ന ഇങ്ങോട്ട്, പിന്നെ കുമ്പനാട് സൈഡ് മൊത്തം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന്റെ മിക്ക ഭാഗങ്ങളും, കുമ്പനാട്, ഉല്ലാട്, കുമ്പനാട്, നെല്ലാട്, നന്നൂര്, വള്ളംകുളം, ഓതറ, കിഴക്കനോതറ, പടിഞ്ഞാറ്റോതറ, പിന്നെ കരിയിലമുക്ക്, ആറാട്ടുകടവ്, പിന്നെ പ്രമാലക്കര, പിന്നെ പുത്തക്കാവ്, പുത്തൻതെരുവ്, ചെങ്ങന്നൂര്, കൊല്ലകടവ്, അങ്ങനെ ഭാഗം മൊത്തം എല്ലാം പറയുമ്പോ നേരമില്ല. പിന്നെ തൃശ്ശൂര്, അങ്കമാലി, തൃശ്ശൂര്, നെല്ലിക്കുന്ന് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ആൾക്കാർ കൂടുതലുള്ള സ്ഥലം. ഈ രീതിയിലാണ് പോകുന്നെങ്കിൽ അവിടെ ഇനി അന്യാരാധന വെളിപ്പെടും. ഇപ്പൊ വെളിപ്പെടാൻ തുടങ്ങി. എല്ലാം ഒന്നും ഇപ്പം ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല, തുടങ്ങി. ഇതുവരെ ഉയരാത്ത പലതും ഉയരും അവിടെ. ഇതുവരെ കേൾക്കാത്ത പലതും അവിടെ കേൾക്കേണ്ടി വരും. മനസ്സിലായി കാണും. കാരണം നമ്മുടെ ആൾക്കാർ കിട്ടുന്ന പൈസക്ക് കൊടുത്തേച്ച് എല്ലാവരും പോവില്ലേ? അവിടെ പോകുന്ന കാര്യമല്ല. 10 രൂപ ആരാ കൂടുതൽ കൊടുക്കുന്നത് വെച്ചാൽ വേറെ ഒന്നും നോക്കുകയല്ല. അവര് വേറെ കാര്യം പറഞ്ഞാൽ മേടിക്കുന്നേ, പക്ഷെ അല്പം കഴിയട്ടെ. മനസ്സിലായി കാണും. ഒരല്പം കഴിയട്ടെ. ഇപ്പൊ തന്നെ ലക്ഷണങ്ങൾ കണ്ടോണ്ടിരിക്കുക. സ്തോത്രം. പക്ഷെ ഞാന് അങ്ങനെയുള്ള ദൈവമക്കളോട് പറയാം, വെറുതെ കൊടുക്കണ്ട. ചിലർക്ക് നെഞ്ചുവേദന വരും, വെറുതെ കൊടുക്കുന്നവരുണ്ട്. ഇവിടെ ആയതുകൊണ്ട് ആ കാര്യം കൂടെ പറയാം. നമ്മുടെ റിയാ ട്രാവൽസിന്റെ തമ്മിച്ചാൻ ഇവിടെ അടുത്തല്ലോ, എത്രയും 32 കിലോ ഇല്ലേ? 26 ആയിക്കോട്ടെ, കൊടുത്തല്ലോ, നല്ല കാര്യമാണ്. അങ്ങനെയുള്ള ദൈവമക്കളുണ്ട്. എന്നാൽ മറ്റുള്ളവരോട് കൂടെ പറയുക, വെറുതെ കൊടുക്കണ്ട. 2 ഏക്കറും 5 ഏക്കറും 10 ഏക്കറും ഒക്കെ ഉള്ള പെന്തിക്കോസുകാരുണ്ട്. കുമ്പനാട് സൈഡും പുനലൂരും ഒക്കെ ഉണ്ടല്ലോ. വെറുതെ കൊടുക്കണ്ട. 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത ദൈവമക്കളുണ്ട്. അവർക്ക് വളരെ കുറച്ചൊന്ന് കൊടുക്കുക. വലിയ പറയാം, നിങ്ങൾ വെറുതെ കൊടുക്കണ്ട. ചിലപ്പോൾ മക്കൾ സമ്മതിക്കുകയല്ല. കുറച്ചു കൊടുക്കുക. 10 ദൈവമക്കൾ അവിടെ വന്ന് താമസിക്കട്ടെ. അവിടെ സ്തോത്രം ആരാധന വേറൊന്നും ഉയരുകയല്ല. വേറൊന്നും ഉയരാൻ നീ അനുവദിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് മഹത്വം. വെളിപ്പാട് പുസ്തകത്തിൽ ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സാമ്യം കഴിക്കട്ടെന്ന് പറഞ്ഞതുപോലെ ഇവിടെ ജ്ഞാനം
ആവശ്യം അത് മനസ്സിലായി. എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല. വളരെ പരിജ്ഞാനത്തോടെ, വിവേകത്തോടെ, സൂക്ഷ്മബുദ്ധിയോടെ, പൂർണ്ണബുദ്ധിയോടെ ചെയ്യേ. എത്രയോ വീടുകളാ കൂട്ടിയിട്ടിരിക്കുന്നത്. എത്ര വീടാണെന്നറിയാമോ? എല്ലാരും പ്രശ്നക്കാരല്ല. പരമാർത്ഥികളും വിശ്വസ്തരും മര്യാദകൾ ജീവിക്കുന്ന ദൈവങ്ങളുണ്ട്. അവരെ ഒന്ന് പ്രാർത്ഥിക്കുക. എല്ലാ മുറിയും തുറക്കട്ടെ. ഇപ്പൊ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, എഴുതി വെക്കാറില്ലോ. ഉണ്ട്, നിയമങ്ങളുണ്ട്, ഉണ്ട്, നിയമമുണ്ട്. ഒന്നുമില്ലെങ്കിൽ അതിനകത്ത് സ്തോത്രം ചെയ്താൽ നിനക്ക് നിന്റെ സന്തതിക്ക് അനുഗ്രഹമാണ്. വീട് തുറക്കുക, സുവിശേഷത്തിന് വേണ്ടി വീട് തുറക്കുക. എനിക്ക് നമ്മുടെ ഈ പെന്തക്കോസ്തുകാരുടെ ചില പ്രവണത ഞങ്ങൾ പറയുന്നുണ്ട്. 5 ഏക്കറോ 50 ഏക്കറോ ഉള്ളവരിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, സഭാകോളിന് സ്ഥലം തരാൻ. 5 ഏക്കറോ 50 ഏക്കറോ ഉള്ളവരും വന്നിട്ട് അമേരിക്കയിലെ ജോലിക്കുട്ടിയോട് ഇടപെടണമേ. ഹൂസ്റ്റണിലുള്ള കറിയാനോട് കർത്താവ് എന്തിനാണ് ആ ഹൂസ്റ്റൺ വരെ പോകുന്ന മുന്നിലുള്ള നിന്നോട് ഇടപെട്ടാൽ പോലെ. 5 ഏക്കറും 10 ഏക്കറും 15 ഏക്കറും 20 ഒക്കെ 10 ഉള്ളവരിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, സഭാകോളിൽ ഞങ്ങൾക്ക് ഒരു 10 സെന്റ് സ്ഥലം വേണം. സ്തോത്രം. എന്തോ ഒരു വിരോധാഭാസമാണ്. ദൈവത്തിന് മഹത്വം. കർത്താവിന് കൊടുക്കുന്നതിൽ ഏറ്റവും നല്ലത് കൊടുക്കുക, ഏറ്റവും ശ്രേഷ്ഠം നൽകിയത് കൊടുക്കുക, ഏറ്റവും മെച്ചപ്പെട്ടത് കൊടുക്കുക. ആ കാര്യത്തിന് ഞാൻ അഭിനന്ദിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. എന്നാൽ ഞാനെന്ന് പറയുക, പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവും ഓർമ്മയുടെ വെളിച്ചത്തിൽ പറയുക. ആ കാര്യത്തിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇടപെട്ടത് ഷാരോൺ തോമാച്ചായ. അച്ചായന്റെ സമയത്ത് പുള്ളി ഒരു തീരുമാനം പറഞ്ഞു. ഷാരോന് സഭാമോള് പണിയുന്നെങ്കിൽ, സ്ഥലം മേടിക്കുന്നെങ്കിൽ റോഡ് സൈഡിൽ മേടിക്കണം. റോഡ് സൈഡിൽ മേടിക്കാത്തത് ഇവിടെ അംഗീകാരം തരികയല്ല. നിങ്ങൾ പഴയ ഷാരോൺ ഹോളൊക്കെ നോക്കിയാൽ എല്ലാം റോഡ് സൈഡാണ്. ഒരു 10 എടുത്ത് അതില് 8 റോഡ് സൈഡല്ലേ. മറ്റു സ്ഥലങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാം പൊത്തിനകത്തൂടെ പോകണം. അങ്ങോട്ട് നടക്കുമ്പം അവന്റെ കമ്മുകളും ഈ പ്രായത്തിൽ തല്ലി പഠിക്കാൻ തന്നെ അത്ര എല്ലാവരും കോമ്പട്ടോന്നല്ല, മുന്നിലിട്ട് നല്ല കാണുന്നതാണ്. ദൈവത്തിന് മഹത്വം. നമുക്ക് ആ ഭാഗം വിട്ടേക്കാൻ വെറുതെ അസ്വസ്ഥത വേണ്ട. ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലതായിരിക്കും. പലരും വീട് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ആരാധിക്കുന്ന ഹാളോ ഇതുപോലെ മനോഹരമായി. പിന്നെ നമ്മൾ നമ്മുടെ ഇപ്രായത്തിൽ നമ്മുടെ സ്ഥിരമായ മാർഗം അങ്ങനെ എല്ലാം അങ്ങനെയല്ല. പിന്നെ ആരാധിക്കുന്ന ഇടമാണ് ഏറ്റവും മെച്ചപ്പെടുത്തുന്നത്. ദൈവങ്ങൾ ഒന്നിച്ചു കൂടി ആരാധിക്കുന്ന സ്ഥലമാണ് ഏറ്റവും മെച്ചം. നോക്കില്ലാർക്കും മന്ദിരം, നോക്കില്ലാർക്കും മന്ദിരം, നോക്കില്ലാർക്കും മന്ദിരം. Wow.
വന്നപ്പോൾ അവള് വീട് തുറന്നു. ദൈവനാമത്തിന് വേണ്ടി നിന്റെ വീട് ഒരു വീട് തുറന്നാൽ 9 വീട് തരുന്നു. നീ ഒരു മുറി തുറന്നാൽ നിനക്ക് വേണ്ടി 9 മുറി ദൈവം തുറന്നു. നീ ആത്മാർത്ഥമായി സന്തോഷത്തോടെ 10 ദൈവമക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ അവൻ സ്വന്തം നിന്റെ അടുക്കളയ്ക്ക് അവൻ പഞ്ഞം വരാൻ ദൈവമാണ് വിളിക്കട്ടെ. നീ ദൈവനാമത്തിൽ 10 രൂപ ചെലവാക്കിയാൽ അവൻ സ്വന്തം ദൈവം കടക്കാനല്ല, ദൈവത്തിന്റെ മതം വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. നല്ല മനസ്സോടൊക്കെ കൊടുക്കുന്നവരെ ദൈവം ആദരിച്ചിട്ടുണ്ട്. ആദരിക്കും, പിടിച്ചു വരയ്ക്കരുത്, നിർബന്ധിക്കുകയും ചെയ്യരുത്, സമ്മർദ്ദം ഒന്നും ചെലുത്തരുത്. നിങ്ങൾ കയ്യിരിക്കുന്ന ഏറ്റവും മുടുത്ത നോട്ടെടുത്ത് മനസ്സിലെടുക്കുക. ഈ കൊള്ളക്കാരുടെ കൊള്ളക്കാരെ തോന്നുന്നുണ്ട് എടുത്ത് അപ്പത്തോട് ഇല്ല. ഇപ്പം നെഞ്ചിൽ നിറയെ വിളിക്കും. നമ്മൾ മേടിച്ചു കൊണ്ട് പിരിയുണ്ടോ? ഇടയിൽ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടതല്ല, സന്തോഷത്തോടെ ചെയ്യേണ്ടതാണ്. അങ്ങനെയൊക്കെ സന്തോഷത്തോടെ ചെയ്തവരെല്ലാം ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ പിന്നെ പറയും, ഈ കൊടുത്ത് നന്മ പ്രാപിച്ചതോട് പറയുമെന്നും വേണ്ട. ഞാന് അങ്ങനെയുള്ള വിഷയമൊക്കെ പ്രസംഗിക്കാന് എനിക്ക് നല്ല പ്രാഗൽഭ്യമാണ്. പിണങ്ങാതിരിക്കാതെ ഒരു കാര്യം പറയാം. ഞങ്ങളുടെ അവിടെ കൂട്ടത്തിൽ ചെറിയ കൂട്ടായ്മയുണ്ട് തിരുവല്ലായി. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഒരു കൂട്ടായ്മയുണ്ട്. എല്ലാ ഞായറാഴ്ചയും അവിടെ വരുന്ന ദൈവമക്കൾക്ക് ദൈവത്തിന്റെ മഹാകൃപമുണ്ട്. ഇതുവരെ നാളത്തെ അറിയത്തില്ല, ദൈവകരങ്ങളില്ല. ഞായറാഴ്ച പോകുന്ന വിശന്ന് പോകാൻ അനുവദിക്കുകയല്ല. സെക്രട്ടറി നോക്കാം, മോൻ ചെയ്യാം. അപ്പൊ അവിടെ വന്നിട്ടുണ്ടോ എന്നറിയാം. കഴിഞ്ഞ ആഴ്ച വരെ നാളത്തെ അറിയത്തിന്റെ കർത്താവിന്റെ കണ്ടത്തില്ല. അപ്പം ചിലരെ സ്പോൺസർ ചെയ്യും. പക്ഷേ ഈ ആഴ്ച ഞങ്ങളുടെ അപ്പൊ അവരോട് ചോദിക്കുക എങ്ങനെ ഉദ്ദേശിച്ചത്. അല്ലാത്ത ദിവസമല്ല ഞാൻ താമസിക്കുന്ന നമ്മുടെ വീട്ടിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഞാനും കൂടെ കൂടിയ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പഴയുടെ മോഹന നമ്പൂതിരിയൊന്നുമല്ല, പുതിയതാണ്. കഞ്ഞി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിക്കരുത്, നല്ല സെൻസ് കേൾക്കണം. ഈ ചന്തയിൽ മീൻ മേടിക്കാൻ പോകുമ്പോൾ ഞാൻ മീൻ വെട്ടുകാണ്ട് പറയും നല്ല മുഴുത്ത പീസ്. അവൻ എന്നെ കാണുമ്പോൾ അറിയില്ല. മോൻസി കഴിച്ചതല്ലേ മോൻസി പറ മോൻസി മാറ്റാൻ. ഞാൻ കൊടുക്കേണ്ട സമയം വെളിയിൽ കൊടുക്കുകയും മറ്റുള്ളവർ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കൈകടക്കാൻ കളിപ്പിക്കരുതെന്നാണ് മനസ്സിലായിട്ടാണ്. അപ്പൊ ഞങ്ങളുടെ ചർച്ചിലെ ദൈവമക്കൾക്ക് അറിയാം, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം ഏതാണ്ട് കഴിക്കുമ്പോൾ അവർ പറയും ഇത് അവിടെ വേണം. അപ്പൊ ഒരാൾ പറഞ്ഞാൽ ഞാൻ ചോദിച്ചെങ്ങനെയാണ് മീൻ ഭക്ഷണം കണ്ട വീട്ടിൽ കൂടി സന്ദർഭം വന്നുകൊണ്ടെന്ന് പറഞ്ഞത് ആ തെറ്റിദ്ധരിക്കരുത്, നല്ല സെൻസ് എടുക്കണം. കൊടുക്കുന്നെങ്കിൽ വൃത്തിയായിട്ട് ഇത് കൊടുക്കുന്ന പേരും അവന് ഓണം വന്നോ. പണ്ടൊരു വീട്ടുകാരെ പറ്റി പറഞ്ഞു, അവരെല്ലാം കൊടുക്കുന്നവരാണ്. പക്ഷെ അവരെ പറ്റി പറഞ്ഞില്ല, അവര് കപ്പ കൊടുക്കും, പക്ഷെ കപ്പത്തണ്ട് കൊടുക്കുകയായിരുന്നു.
മനസ്സിലായ ഒരു കപ്പ എന്തും വേണ്ട വേണ്ടത് ഇഷ്ടംപോലെ ഒരു കപ്പ കൊടുക്കുന്നവരാ. പേര് കേട്ട് കപ്പ കൊടുക്കുന്ന പക്ഷമാണ്. പേര് കൊച്ചമ്മ ഇന്നത്തെ കപ്പ കിട്ടും. പിന്നെ കൊച്ചമ്മ ഒന്ന് മൂന്ന് കൊച്ചമ്മ ആർക്കായാലും 2 കപ്പത്തട്ട് കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ടോ? അതിനെ കപ്പത്തണ്ട് അവന് കൊടുത്താൽ കപ്പത്തണ്ട് 2 തണ്ടാണെങ്കിൽ അവനൊരു 10-12 മൂട് കപ്പ ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ എടുത്ത് കഴിയുമ്പോൾ പിന്നെ അതിൽ നായി പിന്നെ അവനോട് കൊച്ചമ്മയുടെ കപ്പതാ കൊച്ചമ്മേന് അതൊരു കൊച്ചമ്മമാര് മനസ്സിലായില്ലാണോ? നിങ്ങൾക്ക് മനസ്സിലാകില്ലേ? അത് പിന്നെ പൊട്ടമാടത്തെ ഇരിക്കുമ്പോൾ സ്തോത്രം. നമ്മൾ ഏത് മനസ്സോടാ ചെയ്യുന്നത്? എന്ത് ഉദ്ദേശത്തോടാ ചെയ്യുന്നത്? ഉദ്ദേശശുദ്ധി എന്താണെന്ന് ദൈവം നോക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറയും ഇയാൾക്ക് അങ്ങനെ മുഴുത്ത കഷണം കൊടുക്കാൻ ഇഷ്ടം പോലെ കാശ് കാണുമായിരിക്കണം. അങ്ങനെ മുഴുത്ത കഷണം ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം പരിഹരിക്കുന്നത്. ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം വഴി. ഉപദേശ വിഷയമാണെങ്കിൽ പണം ഞാനിനോട് കടമെടുക്കുക. ഇതല്ല, ഈ ഉദ്ദേശത്തിലല്ല ആ വാക്യം വന്നിരിക്കുന്നത്. പക്ഷെ ഒന്ന് കടമെടുക്കുക. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ അപ്പൊ കാക്ഷിക്കുന്നവനെ അതിലാക്കുന്നത്. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം വഴി ഒരുക്കും. നിനക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം വഴി ഒരുക്കും. നിനക്ക് അഭിഷേകം പ്രാപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവം സാഹചര്യം എടുക്കുന്നത്. നിനക്ക് ദൈവത്തെ ആരാധിക്കുവാൻ വാഞ്ചുണ്ടെങ്കിൽ ദൈവം വഴി ഒരുക്കുന്നത്. നിനക്ക് കർത്താവിനെ സേവിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവം വഴി ഒരുക്കുന്നത്. നമ്മുടെ ദൈവം വഴി ഒരുക്കുന്നത് ദൈവമാണ്. നല്ല ആഗ്രഹത്തെ ദൈവം വിവർത്തീകരിക്കുന്ന ദൈവമാണ്. നല്ല ആഗ്രഹങ്ങളെ ദൈവം നടപ്പിലാക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ മഹത്വം കൊടുക്കുന്നത്. അതോട് മുമ്പോട്ട് പോകാം. വീടെന്നോ ആരംഭകാലത്തൊക്കെ അങ്ങനെ വീട് തുറന്നവരാരും ദൈവം മറന്നില്ല. അവരുടെ സന്തതികളെ ദൈവം മറന്നില്ല. അത് മറന്നു കളയുവാൻ ദൈവം അനുഗതിയുള്ള ദൈവമല്ല. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നിന്റെയും നിന്റെ സന്തതിയെയും ആദരിക്കുന്ന ഉയർത്തുന്ന ദൈവമുണ്ട്. ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. പുതിയ വീടെന്ന് പറഞ്ഞു. ആ വീട്ടിൽ പാർത്ത് ദൈവദാസന്മാർ വേല ചെയ്യുക. ആ വീട്ടിൽ പാർത്ത് വേല ചെയ്യുക. അപ്പൊ ആ വീട്ടുകാരത് ത്യാഗമൊക്കെ സഹിച്ച് കാണും. ഞാൻ ഒരു സംഭവമാണ്. ഞാൻ കൃത്യം സ്ഥലമൊന്നും കണ്ണമാരിയാണെന്ന് തോന്നുന്നു. നമ്മുടെ വീരദേശം വർഷങ്ങൾ മുമ്പ് ഒരു ശുശ്രൂഷയ്ക്ക് എന്നെ അവിടുത്തെ ദൈവദാസൻ വിളിച്ചു. ഞാൻ ഓർമ്മ ശരിയെങ്കിൽ 11 മണി കഴിഞ്ഞാൽ ചെല്ലുന്നത്. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. നല്ലൊരു വീട് 3 മുറി ഹാളും അങ്ങനെ ഹാളും കിച്ചണൊക്കെ തോന്നുന്നു. എല്ലാ മുറിയിലൊന്നും കേൾക്കുന്ന നല്ല വീട് ടൈപ്സ് പറയും. അന്നത്തെ കാലത്ത് നല്ല വീട്. കുറച്ച് ദൈവമക്കളുമുണ്ട്. അപ്പം ആ വീടിനോട് ചേർന്ന് ആ മുറ്റത്ത് തന്നെ ഒരു ചെറിയ ഒരു ഷെഡുണ്ട്. ഷെഡ് ഓലയാണോ അല്ല അത് ഷീറ്റാണോ അതോ ഷീറ്റാണോ? അവിടെ വന്നിട്ടുണ്ടോ? നമ്മുടെ സ്ഥലം അവിടെ. അതാ അത് തന്നെ. അതിനോട് ചേർന്ന് വേറെ മോളി ഇത് കഷ്ടം മിക്കതും മോളി. ആയിക്കോട്ടെ മോളിക്കോട്ട് ഓക്കെ. അവിടെ അങ്ങ് കുടിക്കോട്ടെ. കണ്ണമാൻ ഒരാളോടുണ്ടല്ലോ. ഇല്ല രാജാവോട് പറഞ്ഞ് കൊച്ചിന് പോയി അത് കൊച്ചു പറഞ്ഞ നിങ്ങളുടെ മോനാണ്. അത് നന്നായി. അപ്പൊ ഞാന് ചേർന്ന ഒരു ചെറിയ കുടി ഷെഡ് യോഗമെല്ലാം കഴിഞ്ഞ് ഭക്ഷണത്തിലിരിക്കുന്നു. ഇപ്പോൾ ഓർക്കുന്നു വളരെ
ബഹുമാനത്തോടെ സ്വീകരിച്ച് സൽക്കാരം ചെയ്യുക. അപ്പം കഴിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ദേവദാസനെ ഇത് ഇവിടാണോ ആരാണ്? ഇവിടാണോ ആരാണ്? ഞാൻ വളരെ പതുക്കെ ചോദിച്ചു. ഇതിനോട് ചേർന്ന് ഈ നല്ല വീടിനോട് ചേർന്ന് ഒരു ഷെഡ്, അതാരാണ്? പുള്ളി അപ്പൊ എന്നെ നോക്കി ചിരിച്ചു. ഞാനും മറക്കത്തില്ല. ഇത് പറയാൻ പോലും ഞാനും പലരും യോഗ്യരല്ല. അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ദൈവദാസനെ, ഞാനിവിടെ താമസത്തിന് വന്നപ്പോൾ എനിക്ക് വീടൊന്നും കിട്ടുന്നില്ല, ആരാധനയ്ക്ക് അതിന് സൗകര്യമില്ല. ഞാനിപ്പോ താമസിക്കുന്ന ഈ വീട് അദ്ദേഹത്തിന്റെ വീടാണ്. ആ വീട് പണിത് പൂർത്തീകരിച്ച് എല്ലാം ക്ലീൻ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ വരുന്നത്. എനിക്ക് വീട് കിട്ടുന്നുമില്ല, ആരാധനയ്ക്ക് എല്ലാവരും കൂടാൻ സൗകര്യമില്ല. അപ്പോൾ ആ സഹോദരിയും കൂടെ തീരുമാനമെടുത്തു, പാസ്റ്ററിന്റെ കുടുംബത്തിന് താമസിക്കാനും ആരാധനയ്ക്ക് കൊടുക്കാം, നമുക്ക് ഇവിടെ ഒരു ഷെഡ് വെച്ച് താമസിക്കാം. എനിക്ക് 2 പിള്ളേർ, 2-3 പിള്ളേരാണ്. ആ കുടുംബം ഇതിനോട് ചേർന്ന് ഒരു ഷെഡ് വെച്ച് താമസിക്കുന്നു. അവരുടെ സ്വന്തം വീട് ദൈവദാസനും കുടുംബത്തിന് വിശേഷിച്ച് ആരാധനയ്ക്ക് തുറന്നു. ഒന്നാം പ്രതി ഞാനാ, നമ്മളാരെയും ചെയ്യുമോ? എന്നെ എല്ലാവരും തൂക്കാത്തത് വീണ പോലെ ഭയങ്കര ഉണർവുണ്ടായിരുന്നു. ജാതകം കണ്ടു, പലരും ജാതകം കൈയൊക്കെ വീഴ്ചയടിച്ചു, മൂറി കാണുമ്പോൾ ഞാൻ കേട്ടത് വിക്ടറി എന്നൊക്കെ പറഞ്ഞ് ഇളകുന്നുണ്ട്. ഇതിനൊന്ന് മറുപടി പറഞ്ഞേക്കെ, ഇളകാൻ ഞാൻ സമയം തരാം, 2 മണി വരെ ഉണ്ട്, ഇളകാനൊക്കെ സമയം തരാം. അങ്ങനെയുള്ള ദൈവമക്കളുണ്ട്. അവരെയൊക്കെ ദൈവം ആദരിക്കും ബഹുമാനത്തിലെ, പിന്നെ ആരെ ആദരിക്കാനും ബഹുമാനിക്കാനും. നമ്മളെങ്ങാനും സഭയെ കൊടുത്ത് 10 രൂപ കൊടുത്തിട്ട് നമ്മുടെ കീർവാണ വഴി പിന്നെ നമ്മളായിരുന്നു മുഴുവൻ നിയന്ത്രിക്കുന്നത്. 50 രൂപ കൊടുത്താൽ പിന്നെ നമ്മൾ വാദക്കറിയില്ല, അവൻ ആൾക്കാരെ കീഴേക്ക് വിടുകയും നിയന്ത്രിച്ചു. എനിക്കിതെല്ലാം കാണുമ്പോൾ ഊറിയ ശരി വരും. ഉറക്ക ശരിക്കല്ല, അവൻ ഉറക്ക ശരിക്കത്തില്ല, ഊറിയ ശരി. അങ്ങനെയുള്ള 100 കണക്കിന് ദൈവങ്ങളുണ്ട്. എന്റെ അനുഭവത്തിൽ പെട്ട ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ദൈവനാമത്തിന് വേണ്ടി നിലനിന്നവരും നിൽക്കുന്നവരും ചെയ്യുന്നവരും ചെലവാക്കുന്നവരും അവൻ നമ്മൾ അറിയാത്ത 100 കണക്കിന് ദൈവമക്കൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലുണ്ട്. എബ്രായക്കാരൻ പറയാ, അവരെ മറന്നുകളയുവാൻ ദൈവം അതിനുള്ള ദൈവമല്ല. എന്നെ ആദരിക്കുന്ന, ഉയർത്തുന്ന, മാനിക്കുന്നത് ദൈവമുണ്ടെന്ന് ദൈവമുണ്ട്. ദൈവത്തിന്റെ മഹത്വം. പാടില്ലാരും പാടില്ലാത്ത പാട്ട് നമ്മൾ പാടൂ, പാടില്ലാരും പാടില്ലാത്ത പാട്ട് നമ്മൾ പാടും, പാടില്ലാരും ചൂടില്ലാത്ത വാടാമൂടി ചൂടു, പാടില്ലാരും ചൂടില്ലാത്ത വാടാമൂടി ചൂടും. ഇവന്റെ നാദന ത്യാഗം സഹിച്ചത സ്നേഹമനോടു ചെയ്യോ ഉലവാടും. ഇവന്റെ നാദന സഹിച്ചത സ്നേഹമനോടു ചെയ്യോ ഉലവാടും. പ്രത്യാശയോടിക ഭക്തനുണരുന്നേ വന്നുവിളിക്കും കൊന്നു ശശി ഓർക്കും പോകുന്നു. പ്രത്യാശയോടിക ഭക്തനുണരുന്നേ വന്നുവിളിക്കും കൊന്നു ശശി ഓർക്കും പോകുന്നു. ഈ കഴിയുന്നത് ഒരു പക്ഷേ ആരും അറിയത്തില്ല. ഫേസ്ബുക്കിലും യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലൊന്നും വരുന്നില്ല. ആരും നിന്നെ
വിളിക്കുന്നത് നമ്മുടെ ശുശ്രൂഷ. ഒരിക്കലും അത് നടന്നു വരുമ്പോൾ ഒരു സഹോദരി ഊത് പറഞ്ഞു. കറക്റ്റ് ഊതാ എന്തുവാ പറഞ്ഞു? അത്യുന്നതനായ ദൈവത്തിന്റെ കറക്റ്റ് ഊതാ രക്ഷാമാർഗം അത് കറക്റ്റാ. ദൂത് കറക്റ്റാ, പക്ഷെ ആത്മാവ് വരാതെ. നമ്മുടെ ഈ ആത്മാവല്ല നമ്മുടെ വിഷയം, ദൂത് അങ്ങനെ ഉണ്ടല്ലോ. ആത്മാവ് ഏതാണെന്നുള്ളത് നമുക്ക് വിഷയമല്ല. പക്ഷെ ദൂത് എന്തുവാ? ചുമ്മാ കടലിട്ട് വെട്ടിയില്ല. ഇടയ്ക്കിടയ്ക്ക് വെട്ടുവാന്ന് വന്നാല് ദൂരമായിട്ട് കണക്കിലാക്കിയ പറഞ്ഞ രക്ഷാമാർഗം അറിയിക്കുന്നവർ അത്യുന്നതനായ ദൈവത്തിന്റെ. അയ്യോ ദൂരമൊക്കെ കറക്റ്റാ, പക്ഷെ ആത്മാവ് വേണമെന്ന് മനസ്സിലാക്കണേ. ആത്മാവ് എങ്ങനെയാണ് ശരിയായിട്ടാണുള്ള ആത്മാവ് എങ്ങനെയാണ് അഭിനയിക്കുന്നത്? ശരിയായുള്ള ആത്മാവാണ് പിടികിട്ടുന്ന ആത്മാവിന്റെ ഫലം ഉണ്ടോന്ന് തോന്നുന്നു. ആത്മാവിന്റെ ഫലം 9 കൂട്ടം കാര്യമാണ് ഗലാത്യർ പൗലോസ് പറഞ്ഞത്. കാണാമെന്ന് പറഞ്ഞ നോക്കൊന്നും വേണ്ട. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, നീതിയൊക്കെ. ദൂത് കറക്റ്റാ, പക്ഷെ ആത്മാവിന്റെ ഫലമില്ല. ആത്മാവിന്റെ ഒന്നാമത്തെ ഫലം എങ്ങനെ? സ്നേഹം. അടുത്തിരിക്കുന്നതോട് വീട്ടിലല്ല, കറക്റ്റ് നൂറാ. പണ്ട് മല്ലപ്പള്ളി വീടിക്കുഞ്ഞ് ചോദിച്ചു, ദൈവാത്മാവിനുണ്ടോ അളിയെ? ദൈവാത്മാവിനുണ്ടോ അളിയെ? എന്റെ കാരണം പറയാം. അളിയൻ പ്രവാചകനാണ്. ഇവിടുത്തെ അളിയൻ സഭയുടെ ശുശ്രൂഷകനാണ്. അപ്പൊ പ്രവാചകൻ അളിയനെ സഭയെ വിളിക്കാൻ സഭക്കാര് പറഞ്ഞു. ഇവർ തന്നെ ഉടക്കാം. അളിയന് പറഞ്ഞത് ഉടക്കാം, വേറെ വിഷയമാണ്. അപ്പൊ ഈ സഭയുടെ ശുശ്രൂഷയുള്ള ചാർജുള്ള പുള്ളിക്ക് പ്രവാചകൻ അളിയനെ വിളിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ സഭക്കാര് ഏകംഗമായി വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാതിരിക്കാൻ ഒക്കത്തില്ല. ഏതായാലും വിളിച്ചു. രണ്ടുപേരും വന്ന് സ്റ്റേജിൽ ഇരിക്കുക, മിണ്ടുന്നില്ല. ഇതെല്ലാവർക്കും അറിയത്തുമില്ല. അവസാനം സഭയുടെ ശുശ്രൂഷകൻ അളിയൻ എഴുന്നേറ്റ് പറഞ്ഞു, ആ അനുഗ്രഹിക്കപ്പെട്ട ആരാണെന്ന് നൽകി പ്രാർത്ഥന അന്തരീക്ഷം ഉണ്ടാകും. നമ്മൾ ക്ഷണിച്ചതുപോലെ കർത്താവിന്റെ ദാസൻ വന്നിട്ടുണ്ട്. തുടർന്നുള്ള സമയം അദ്ദേഹം ശുശ്രൂഷിക്കും. ആർക്കും പിടികിട്ടുന്നില്ല. എഴുന്നേറ്റ് ഉള്ളിൽ പറഞ്ഞു, എന്നെ ഈ സഭയിലേക്ക് ക്ഷണിച്ച ഇവിടുത്തെ ശുശ്രൂഷകനും ദൈവമക്കൾക്കും വന്ദനം, നന്ദി. നമുക്കൊരു വാക്യം വായിക്കാം. ഉള്ളിൽ ശുശ്രൂഷ തുടങ്ങി. ശുശ്രൂഷ ഭയങ്കര വേഗമായിരുന്നു. നല്ല നമ്മുടെ പെന്തിക്കോസ്ത് ഭാഷ പറഞ്ഞ അതിന്റെ അന്തരീക്ഷം കത്തുകാരില്ല. പുള്ളി ആ പ്രസംഗം കഴിഞ്ഞ ചോര അറ്റം മുതൽ അങ്ങോട്ട് ദൂത് പറയാൻ പഴയ ശൈലിയാണ്. ഇങ്ങനെ ദൂത് പറഞ്ഞു മുഴുവൻ ആൾക്കാരോട് ദൂത് പറഞ്ഞു കറക്റ്റാ. ഈ മറ്റേ സ്ഥലം ശുശ്രൂഷകളോട് ദൂത് പറഞ്ഞില്ല. പുള്ളി ഇരുന്നു. ഇത് പറഞ്ഞാൽ ഈ ശുശ്രൂഷ എടുത്തിട്ട് പറഞ്ഞു, ദൈവാത്മാവ് ഇതുപോലെ ശക്തമായിട്ട് ഇടപെട്ടു. വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും വളരെ ശക്തമായിട്ട് എല്ലാവരോടും ദൈവാത്മാവ് ഇടപെട്ടു. തന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചു. പക്ഷെ എനിക്കൊരു ഡൗട്ട്, ദൈവാത്മാവിനുമുണ്ടോ അളിയൻ? ഞങ്ങൾ അളിയന്മാരെ തമ്മിൽ ഓടക്കുള്ള ആത്മാവ് അളിയനുമായിട്ട് മനസ്സിലായി. ഡൗട്ട്, ദൈവാത്മാവിനുമുണ്ടോ? എല്ലാവരോടും തോന്നു പറഞ്ഞ എന്നോട് മാത്രം അഭിയാ പണക്കം വെക്കോ ഞാൻ പറയാതില്ല. സാധുക്കം പറയുന്നില്ല. ഓൺലൈൻ അവർ കാണുന്നത് ആലോചിക്കാതെ സഭയിലെ ഒരു സഹോദരൻ വേറൊരു അച്ഛനുമായിട്ട് ഉടക്കണം. ഇവരൊരു ഒരു വയ്യാഴില്ല. അപ്പൊ മറ്റേ അച്ഛനും ഒരുമാതിരി മാന്യനും നല്ല മനുഷ്യനാണ്. പുള്ളി ഇവിടുത്തെ അസ്വസ്ഥത അതുകൊണ്ട് അവനോട് അങ്ങനെ വലിയ സാധ്യതകളില്ല. ഇവനൊന്നും മിണ്ടണം. മറ്റേ പുള്ളി മിണ്ടുന്നില്ല.
അപ്പൊ ഒരിക്കൽ ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോ ആത്മാവ് പറഞ്ഞപ്പോ ഇവൻ അവനോട് തന്നെ കൈവച്ച് പറഞ്ഞ ദൈവാത്മാവ്, പുള്ളിയുടെ പേര് ഞാനൊരു പേരിട്ട് കാലട്ടോ, ആ പേരല്ല, ദൈവാത്മാവ് ബാബുവിനോട് പറയുന്നു, നീ ചാക്കോസാറുമായിട്ട് എത്രയും പെട്ടെന്ന് രമ്യതപ്പെടണം, ഇതേ ഞാൻ നിന്നെ കീറിക്കളയും. അപ്പൊ ചാക്കോസാർ അടുത്തിരിക്കുക, പുള്ളി നേരിട്ട് പറഞ്ഞ ചാക്കോസാറ് കൈ കൊടുക്കുക, പറഞ്ഞ പുള്ളി അത് പുള്ളി ദൈവാത്മാവ് ബാബുവിനോട് കൊടുത്തു, നീ ചാക്കോയുമായിട്ട് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒത്തിരി ഉണ്ട്. പണ്ടൊരാൾ പ്രാർത്ഥിച്ചു, ആ പോട്ടെ ഞാൻ പറയുന്നില്ല, അതുപോലെ പറയാം എല്ലാ കാര്യം കേട്ടേക്ക് വഴി വരാതിരിക്കാനാണ് കേൾക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ദൂരെ കറക്റ്റാ, പക്ഷെ ആത്മാവ് കറക്റ്റാ. ഇത് പൗലോസിനറിയാം. പൗലോസ് നന്നായിട്ട് വിവേചനപരമുണ്ട്. അമ്മാമയ്ക്ക് ഡേറ്റ് കൊടുത്തില്ല, അമ്മാമ അടുത്ത വെള്ളിയാഴ്ച ഞങ്ങളുടെ വളർന്ന് ലേഡീസ് മീറ്റിങ്ങിൽ ഒരു തകർപ്പന്ന് അങ്ങനൊന്നും പറഞ്ഞില്ല. പൗലോസ് കുറച്ച് ദിവസമായപ്പോ അമ്മാമ ഇങ്ങനെ മുഷിഞ്ഞൊന്നും നോക്കി, വളരെ ഭൂതമായിരുന്നു. ഭൂതം പോയി ഇവരെ വെച്ച് കാശുണ്ടാക്കിയ യജമാനന്മാരുടെ ലാഭം അതിനെ തുടർന്ന് പ്രശ്നമാണ്. ദൈവദാസന്മാരെ പിടിച്ച് ഉപദ്രവിച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പുസ്തകം പഠിക്കുന്നവർക്ക് ആ പാഠം അറിയാം. പക്ഷെ അവര് ക്ഷീണിച്ചില്ല. അർദ്ധരാത്രിയിലും പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചു. അർദ്ധരാത്രിയിലും പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിക്കുന്നത് രാത്രിയെന്നോ പകലെന്നോ പ്രഭാതമെന്നോ സഹായമെന്നോ ഉപവാസ പ്രാർത്ഥനയെന്നോ ഗുണവിയോഗമെന്നോ ഏത് സമയത്തും ആർക്കും ദൈവത്തെ സ്തുതിക്കാം. അവിടുന്ന് സ്തുതികൾക്കും ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യത. ഇപ്പോഴത്തെ ചില പരസ്യമൊക്കെ കാണാറുണ്ട്. എനിക്ക് കൗതുകമാണ്, അരിശമല്ല കൗതുകം. നോൺ സ്റ്റോപ്പ് വർഷിപ്പ് പരസ്യമാണ്. പുതിയ നമ്മുടെ ജീവിതത്തെ സ്തോത്രം സദാസമയവും ദൈവത്തെ ആരാധന. അതിൽ പ്രത്യേക ഇടമെന്നോ സ്ഥലമെന്നോ സമയമൊന്നുമില്ല. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനെ വിശ്വസിക്കുന്ന ദൈവത്തിന് പ്രധാനമുള്ള ആ ആരാധനയാണ്. ആ കാലത്തേക്ക് നമുക്ക് പിന്നെ വരാം. ദൈവത്തിന്റെ മഹത്വം. അവരുടെ ലാഭം പോയി ദൈവദാസന്മാരെ ആരാധിച്ചു. അന്ന് രാത്രി കാരാഗ്രഹപ്രമാണി രക്ഷിക്കപ്പെട്ടു. അതിനുള്ള ബന്ധത്തിൽ ഒത്തിരി വൈദ്യുതികൾ വന്നു. ഒടുവിൽ അവർ തിരിച്ച് യാത്ര ചെയ്ത് അമ്പിപ്പൊലീസിലെത്തി. ഇനി 17-ാം അധ്യായത്തിൽ 1 മുതൽ ഓടിച്ചു വായിക്കുക. 17 മുതൽ എങ്ങനെ ഞാൻ വാങ്ങില്ല. അപ്പോൾ അവൻ അമ്പിപ്പൊലീസിലും കപ്പലോനിക്കയിലും കൂടി സഞ്ചരിച്ച് എവിടെ തീർന്നാമേ തെസ്സലോനിക്കയിലെത്തി. അപ്പൊ കണ്ടോ, ഇങ്ങനെ തെസ്സലോനിക്ക വന്നത്. കാരണം തെസ്സലോനിക്കയിലെ 1:9 വായിച്ചത് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെ പ്രവേശനം ലഭിച്ചെന്നാണ്. അതിങ്ങനെ ലഭിച്ചത്, അത് പറയാനായിരുന്നു പ്രസംഗിച്ചത്. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം ലഭിച്ചു. അതിങ്ങനെ ലഭിച്ചത് ഈ മേഖലയിലൊക്കെ വന്ന ചില സ്ഥലങ്ങളിൽ പ്രവേശനം കിട്ടണമെങ്കിൽ ചില മേഖലകളൊക്കെ കാണണം. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ മനോഹരമായ ഒരു ഹാള്, നല്ല സ്റ്റേജ്, സിസ്റ്റങ്ങള്, ഇപ്പൊ അഴും വന്ന് മാറുന്നു, ഇതെല്ലാം ഉണ്ട്. ഇതിന്റെ ആരംഭത്തിൽ ഏതെല്ലാം മേഖലയിൽ കൂടെ പോകുന്നത് പുള്ളിയോടും കൂടെ നിന്നവരോടും എനിക്കറിയില്ല, അത് പുള്ളിക്കറിയാം ഏതൊക്കെ മേഖലയാണ്. ഇപ്പൊ നമ്മൾ കാണുമ്പോ പുള്ളി സൈഡിൽ കൊടുക്കുക. അതെ, നിങ്ങൾ പറഞ്ഞതല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ എങ്ങനെ പ്രവേശനം ശ്രദ്ധിച്ചു. അതിലെല്ലാം ഏതെല്ലാം ദൈവത്തിന് മഹത്വം. ഇവിടെ എടുക്കലാണ്
സഞ്ചരിച്ച തെസ്സലോനിക്കയിലെത്തിയത്? ഒന്നുകൂടെ ഊന്നി പറയാം. ഇനി റോഡ് സൈഡിൽ മനോഹരമായ ആലയം, പാർക്കിംഗ് സൗകര്യം എല്ലാം വളരെ നന്നായിരിക്കുന്നു. മാന്യമായിട്ട് ആരാധിക്കാൻ അതിന്റെ ഇടം, ദൈവമക്കൾ. പുതുതായിട്ട് വരുന്നവർക്ക് പഴയതൊന്നും അറിയത്തില്ല. ആരംഭത്തിൽ ഇറങ്ങി തിരിച്ചപ്പോൾ എന്തെല്ലാം മേഖലകളിൽ കൂടി പോയി അനുഭവിച്ചു. പുള്ളി ചിലപ്പോൾ എല്ലാം പറയത്തുമില്ല, അതെല്ലാം പറയാൻ ഒക്കത്തുമില്ല. എല്ലാം പറഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ വളരെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ അവർ ഏതെല്ലാം മേഖലയിൽ കൂടെ പോയിട്ടുണ്ട്. പണ്ട് B.T. ജോസഫ് എന്ന് പറയുന്ന ബഹുമാന്യ കർത്തദാസൻ മണ്ണറിഞ്ഞു. നമ്മുടെ ജോൺ ജോസഫിന്റെ പിതാവ്, അതായത് നമ്മുടെ വിൽസൺ ജോസഫ് മാസ്റ്ററുടെ പിതാവ്, വിളവിനാല് B.T. ജോസഫ് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കർത്തദാസൻ. എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം പേരൊന്നും ഞാൻ പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല. കാരണം അവരുടെ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഓൺലൈനിലോ ഇവിടെ ഉണ്ടെങ്കിൽ വെറുതെ എന്തിനാ അവർ ആലോചിക്കും. ഞങ്ങൾ വൈകിട്ട് വരാതിരുന്നാലും ഞങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വൈകിട്ട് എന്നും വേണ്ട. അപ്പോൾ ഒരു സഭയിൽ ചെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അപ്പൊ ആ സഭയിലെ ധനാഢ്യന്മാരും ഒക്കെ ഇഷ്ടംപോലുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ വിധിയപ്പച്ചൻ അന്നത്തെ കാലത്ത് ഒരു വണ്ടി, എനിക്ക് ഈ വണ്ടിയെ പറ്റി വലിയ ഇഷ്ടമില്ല. ചിലപ്പോൾ അതുകൊണ്ടാണ്. പുറത്തൊക്കെ ഓരോ മേഖലയുണ്ടല്ലോ. അങ്ങനല്ല, പുതുതായിട്ട് അന്നറിഞ്ഞില്ല. പാതിപ്പള്ളി കുഞ്ഞവാച്ചൻ അതുപോലെ വണ്ടിയുണ്ടായിരുന്നു. അത് ഞാൻ യാത്ര ചെയ്തതാണ്. തെറ്റാണ് തിരുത്തണേ. ടാറ്റ എസ്റ്റേറ്റ് കണ്ടുപിടിക്കൊക്കെ ചെയ്യും. അപ്പം അന്നത്തെ കാലത്ത് അപ്പച്ചൻ ജോൺ ജോസഫ് പറഞ്ഞത് മികച്ച കണ്ടുകൊടുത്തതാണ്. അപ്പച്ചൻ ആ വണ്ടിയെ സമാജത്തിന് വന്നു അന്നത്തെ കാലത്ത്. അത് ഈ സഭയിൽ ഒരു കളവിന് ഇഷ്ടപ്പെട്ടില്ല. അമേരിക്കയിലൊക്കെ ഉണ്ട് ഇഷ്ടമാകും. അതിലുള്ളത് അതാക്കിയത് പുള്ളിയുടെ പിള്ളേർ വരികയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. B.T. ജോസഫ് വന്നതാ പുള്ളിക്ക് പിടിക്കായിരുന്നു. അപ്പം അപ്പച്ചൻ വന്ന് ഈ കസേര തന്നെ അപ്പച്ചൻ വന്ന് സഹായത്തിന് വന്നിരുന്നു. കാറ് വന്നപ്പോൾ നിൽക്കുന്നത് ഈ മറ്റേ പുള്ളി മൂവിലെ കണ്ട് സഹായം തുടങ്ങിയപ്പോ ഈ മൂവിലെ എഴുന്നേറ്റ് പറഞ്ഞു, ഇത് അപ്പനൊക്കെ അടിക്കാൻ വേണ്ടിയില്ല. പുള്ളി പറഞ്ഞു, പഴയ കാലം ഒന്നുമല്ല, ദൈവം എല്ലാവരെയും ഉയർത്തുന്നു. ഇപ്പോൾ പാസ്റ്റർമാർക്ക് എന്തോ ആ ബുദ്ധിമുട്ട് ടാറ്റായിട്ടേഴ്സിനെല്ലോ വന്ന് ഇറങ്ങുന്നേ. ഇതൊന്നും അവിടെ പറയേണ്ട കാര്യമുള്ളതല്ല. വിദ്യാഭ്യാസമൊന്നും വേണ്ടിയില്ല. എല്ലാം കഴിഞ്ഞ തൊഴിൽ വീതിയപ്പച്ചൻ എഴുന്നേറ്റപ്പോ പുള്ളി വളരെ ശാന്തമായിട്ട്, പുള്ളിയെ കേട്ടിട്ടുള്ളവർക്ക് അറിയാം. സുവിശേഷ വേലയുടെ പഴയ ചരിത്രമെല്ലാം പറഞ്ഞെങ്കിൽ പുള്ളി പറഞ്ഞു, രക്ഷിക്കപ്പെട്ട കാലത്ത് ഇഷ്ടംപോലെ തല്ല് മേടിച്ചു, ഇതൊന്നും ചൗകര്യ കൊണ്ട് മേടിച്ചിട്ടില്ല. എന്നെ അപ്പൊ അടിച്ചതും ഉപദ്രവിച്ചതെല്ലാം പുള്ളി പറയേണ്ടി വന്നു. അത് പറയാനൊന്നും ചെന്നതല്ല, പറയിപ്പിക്കുക. ഈ വിധമായ ഉപദ്രവങ്ങളോ അടിയോ പീഡയോ ചൗകര്യ കൂട്ടി മേടിച്ചിട്ടില്ല. രണ്ട്, ഞാന് പത്തനംതിട്ട എന്റെ വീട്ടിലെ വിളവിനാലിനെ നടന്ന് തിരുവനന്തപുരത്ത് 6ാമിടെ ചെന്ന് ബൈബിൾ ക്ലാസ് എടുത്തു. പത്തനംതിട്ട നടന്നു തിരുവനന്തപുരം 6ാമിടെ 5 ദിവസം കൊണ്ടാണ് നടന്നു ചെന്നത്. വയ്യ, കാലിലൊക്കെ നീര് വെച്ച് ഉയർത്തു. ഇതൊന്നും ചൗകര്യൂട്ടി കണ്ടിട്ടില്ല. 6ാമിടെ യോഗം കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിന് ആൽപ്പാറക്കാരനെ വിളിച്ചു യോഗത്തിന്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് നടന്ന് തൃശ്ശൂർ ആൽപ്പാറയിൽ ചെന്നു. പൈപ്പിലെ വെള്ളവും കുടിച്ച് 12 ദിവസം എടുത്തു. ചൗകര്യൂട്ടി കണ്ടിട്ടില്ല. എന്നാൽ ഞാനിപ്പോൾ കാറെ വന്നിറങ്ങിയത് ചൗകര്യൂട്ടി കണ്ടു.
കമ്മ്യൂണിറ്റി നിന്നോടായി പറഞ്ഞേ. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടല്ലോ? മനസ്സിലായാൽ മതി. നിങ്ങൾ പറയുന്നത് പുള്ളിയൊക്കെ 2 മണിക്കൂറാണ് പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല, അങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? ഏതെല്ലാം മേഖലകൾ താണ്ടിയ തെസ്സലോനിക്കയിൽ എത്തിയത്. അല്ല, ഇതിനകത്തുള്ള ആത്മീയ ഭാഗം. ഇന്ന് നിങ്ങൾക്ക് വീടുണ്ട്, ഡ്രസ്സുണ്ട്, ചെറുതോ വലുതോ വാഹനമുണ്ട്. പക്ഷെ പുറകോട്ടൊന്ന് ഓർത്ത് ഏതെല്ലാം മേഖലകൾ താണ്ടിയ ഇവിടം വരെ വന്നത്. അല്ല, ദൈവം നമ്മെ കൊണ്ടുവന്നത്. വന്നതല്ലോ, നമ്മളെ കൊണ്ടുവന്നതല്ലേ. നിങ്ങളല്ലല്ലോ, ദൈവം നമ്മെ നിർത്തിയതല്ലേ. അത് നമ്മൾ പ്രാപിച്ചതല്ലോ, അവിടുന്ന് തന്നതല്ലേ. ഓർത്തോട്ട് ദൈവത്തിന് സ്തോത്രം പറ, സ്തോത്രം പറ. സ്തോത്രം ചെയ്യുകയും അവർ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി നഗാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ കാഴ്ചയിൽ നമ്മളെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. കൈവിടാതെന്നെ കൺമണി പോലെ കാത്തു കൃപണി കാലം മുഴുവൻ നീ. കൈവിടാതെന്നെ കൺമണി പോലെ നീറും നേരം കലങ്ങിയുള്ളം നീറും നേരം അരികിൽ വന്നേ ആശ്വാസം അരികിൽ വന്നേ. എന്നോട് ബഹുമാന്യ കർത്തദാസൻ 2 മണി വരെ എടുക്കാമെന്നാ പറഞ്ഞത്. ഞാന് ഇനി ദൈവകൃപയെ ശരണപ്പെട്ട് പ്രസംഗിച്ചാൽ ഒരു 5 മണി വരെ ദൈവം ആയുസ് തന്നാൽ നിന്ന് പ്രസംഗിക്കാം. നിങ്ങളിൽ ചിലരെ ഇരുന്നത് എല്ലാവരും വേണമെങ്കിൽ ചിലരെ, പക്ഷെ അത് യോഗ്യമല്ലല്ലോ. വൈബ് യോഗമുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ അങ്ങനെ നിർത്തുക. എന്നിട്ട് വൈകിട്ട് ഇച്ചിരി ഏറെ സമയം കിട്ടിയാൽ നല്ലതാണ്. ഇന്ന് ഇച്ചിരി പാട്ട് കുറച്ചു. ഞാൻ ഇടയ്ക്ക് പാടുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഒന്നിച്ച് പാടാൻ പറ്റും ഇന്നത്തെ. അപ്പൊ ഇച്ചിരിയേറെ സമയം എനിക്ക് വൈകിട്ട് ഒരു 3 മണിക്കൂർ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അത് സൗകര്യമാണ്. അച്ഛനാകാനും പെണ്ണ് കെട്ടാനും കൊള്ളാം എന്ന് പറഞ്ഞ പോലെ കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും പറയാം. അപ്പൊ നിങ്ങളുടെ വൈകിട്ട് എല്ലാവരും വരുമോ? അമ്മ വൈകിട്ട് ഫ്രണ്ടിൽ വന്നിരിക്കണം. കുറെ ഇത് വായിച്ചിട്ട് ശബ്ദമില്ല. അതോ എന്നും അവിടെ ആണോ ഇരിക്കുന്നത്? അടിക്കാതെ അപ്പൊ നമുക്ക് വൈകിട്ട് നേരത്തെ വന്നാൽ ദൈവം ഇതുപോലെ ധ്യാനിക്കാൻ